വാക്കുകൾ കൊണ്ട് നമ്മൾ നാമം ജപിച്ചതുകൊണ്ടോ ശരീരം കൊണ്ട് ക്ഷേത്രദർശനം നടത്തിയതുകൊണ്ടോ ഒരു യഥാർത്ഥ ഭക്തനായി നിങ്ങൾ മാറുന്നില്ല. മറിച്ച് നിങ്ങളുടെ ഭക്തി അചഞ്ചലമാണെങ്കിൽ, നിങ്ങളുടെ കർമ്മരംഗം ധർമ്മത്തിൻ്റെതാണെങ്കിൽ ആത്യന്തികമായി നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന ആശയമാണ് ഹിന്ദുമതം പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഹിമാലയത്തിലെ ഹിന്ദു സരോവരത്തിന് സമീപം താമസിക്കുന്നവരെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് ഹിന്ദുക്കൾ എന്നത്. ആദ്യകാലത്ത് അത് സിന്ധുക്കളായിരുന്നു. പിന്നീട് കാലാന്തരത്തിൽ അത് ഹിന്ദുവായി പരിണമിച്ചതാണ്. അതായത് ഒരു സാംസ്കാരിക ജീവിത ശൈലിയാണ് ഹിന്ദുമതം. പലപ്പോഴും നമ്മൾ കുട്ടികളെ കലാലയത്തിലേക്കും വിദ്യാലയങ്ങളിലേക്കും വിടുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നീ പഠിക്കണം, നീ മാർക്ക് വാങ്ങിക്കണം, നീ റാങ്ക് വാങ്ങിക്കണം എന്നൊക്കെ പറയുന്ന നിലയിൽ നിന്നും നീ രാവിലെ പോയി ജീവനോടെ തിരികെ വരണം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ വിദ്യാഭ്യാസം അർത്ഥം പതിച്ചിരിക്കുന്നു. വളരെ പ്രഭാഷണ രംഗത്ത് വളരെ പ്രായം കുറഞ്ഞ ഒരു സഹോദരിയാണ്. എനിക്ക് മകൾക്ക് തുല്യവുമാണ്. കുമാരി ശരണ്യ ഷൺമുഖാനന്ദ. ശരണ്യയുടെ അച്ഛൻ ആവണീശ്വരം ഷൺമുഖാനന്ദ എന്ന പേരിൽ പ്രഭാഷണ രംഗത്ത് ഞങ്ങൾ ഒരുമിച്ച് തന്നെയല്ല, ഈ ക്ഷേത്രത്തിൽ ഒരു നിത്യ സന്ദർശകനുമാണ് ശ്രീ ഷൺമുഖാനന്ദ. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൂത്ത മകൾ പ്രിയമത ഷൺമുഖാനന്ദൻ പ്രഭാഷണ രംഗത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. പ്രിയമതയുടെ അനുജത്തി ഈ രംഗത്ത്, ആധ്യാത്മിക രംഗത്ത് പ്രഭാഷക എന്ന മേലങ്കി അണിഞ്ഞിട്ട് അധികം നാളായിട്ടില്ല. ഇത്തരം പ്രഭാഷകരെ, എളിയ പ്രഭാഷകരെ, യുവാക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഭക്തജനങ്ങളുടെ കടമയാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. സംസ്കൃത ഭാഷയിൽ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള ഒരു യുവ പ്രഭാഷകയാണ് ഇന്ന് നമുക്ക് തുടക്കത്തിൽ ലഭിച്ചിരിക്കുന്നത്. ശരണിയെ നിങ്ങളുടെ ഏവരുടെയും ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും ഭരണസമിതിയുടെയും ഉപദേശ സമിതിയുടെയും പേരിൽ പ്രഭാഷണം നടത്തുന്നതിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും കയ്യടികളും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ശരണിയെ വീണ്ടും പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. സിദ്ധിർഭവതു മേ സദാ വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മരേ. ഓം മാണിക്യവീണാമുപലാളയന്തിം മദാലസാമഞ്ജുള വാഗ്വിലാസാ മാഹേന്ദ്രനീലദ്വിതികോമളാംഗിം മാതംഗകന്യാ മനസ്സാൽ സ്മരാമി. ഓം നമോ നാരായണായ നമഃ. ബഹുമാന്യ സദസ്സന് എന്റെ വിനീത പ്രണാമം. ബഹുമാനരായ ഗുരുജനങ്ങളെ, ഭക്ത സജ്ജനങ്ങളെ, ഭഗവാന്റെ അനുഗ്രഹത്താൽ തേജോമയമായി തീർന്ന ഈ പുണ്യവേദിയിൽ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് പ്രഥമ ദിനമായ ഇന്ന് ഒരു എളിയ ആധ്യാത്മിക പ്രഭാഷണത്തിന് എനിക്ക് വേദിയൊരുക്കി തന്ന ഈ ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്കും ഉപദേശക ഭരണസമിതി അംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളെ കേൾക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സുമനസ്സുകളെയും ആത്മാർത്ഥമായി എന്റെ ശബ്ദത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എന്നെ ഇവിടെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഇന്ന് എനിക്ക് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസം കൂടിയാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഞാൻ ആധ്യാത്മിക പ്രഭാഷണ രംഗത്തേക്ക് ഇറങ്ങിയത്. ഇന്ന് കൃത്യം 1 വർഷം തികയുകയാണ്. അന്ന് തന്നെ ഈ ഒരു പ്രഭാഷണം ലഭിച്ചത് ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് കാണുന്നു. ആർഷഭാരത സംസ്കാരത്തിൽ ഹിന്ദു എന്ന സാംസ്കാരികത എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ എളിയ ആധ്യാത്മിക പ്രഭാഷണം നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അതിനു മുൻപ് ഇന്ന് നവരാത്രി ദിനത്തോടനുബന്ധിച്ച നവരാത്രിയുടെ പ്രാധാന്യത്തെ പറ്റി കൂടി നമുക്ക് സംസാരിക്കാം. നമ്മുടെ ഹൈന്ദവ സങ്കല്പങ്ങളിൽ ഏറ്റവും ഉദാത്തമായ ദേവീ സങ്കല്പമാണ് ദുർഗാദേവിയുടേത്. പലപ്പോഴും ആയുധ പൂജയായും ദസറയായും കൊലുവയ്ക്കൽ എന്ന രീതിയിൽ പല രീതിയിൽ നവരാത്രി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആചരിക്കാറുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ ആയുധ പൂജയ്ക്കാണ് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത്. ദുർഗാദേവിയുടെ 9 രൂപഭാവങ്ങളാണ് 9 ദിനങ്ങളിലായി നമ്മൾ ആരാധിക്കുന്നത്. കന്നിമാസത്തിലെ കറുത്ത പക്ഷത്തിന് ശേഷം വരുന്ന നവമി തിഥി മുതൽ 9 ദിവസങ്ങളാണ് നവരാത്രിയായി ആഘോഷിക്കപ്പെടുന്നത്. 9 രൂപഭാവങ്ങളിലാണെങ്കിലും ആത്യന്തികമായി ആദിപരാശക്തിയെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്.
അതിലെ ഏറ്റവും അവസാനത്തെ 3 ദിവസം ലക്ഷ്മിയായും കാളിയായും സരസ്വതി ദേവിയായും ദേവി വിളങ്ങുന്നു. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി ഇവ നമുക്ക് പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് 9 ദിവസത്തെ വ്രതം നമ്മൾ എടുത്തില്ലെങ്കിലും അവസാനത്തെ 3 ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നത്. നവമി തിഥി പര്യന്തം ജപ തപസ്സേന സഹ അല്പാഹാരം ച ക്രിയാത എന്നാണ് പറയുക. ജപത്തിനും തപസ്സിനും ഒപ്പം അല്പാഹാരത്തോടു കൂടിയാണ് നമ്മൾ 3 ദിവസത്തെയും 9 ദിവസത്തെയും വ്രതാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കേണ്ടത് എന്നുകൂടി നിബന്ധിച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തെ രൂപഭാവമാണ് ശൈലപുത്രി. ദുർഗാദേവിയുടെ ഏറ്റവും സാത്വികമായ അവതാരമാണ് ശൈലപുത്രിയുടേത്. ഒരു കയ്യിൽ തൃശൂലവും മറുകൈയിൽ താമരയുമാണ് ദേവി ധരിച്ചിരിക്കുന്നത്. ഇതിൽ താമര വിശുദ്ധിയുടെ അടയാളമാണ്. തൃശൂലം വർത്തമാന ഭൂത ഭാവി കാലങ്ങളുടെ പ്രതീകവും. താമരയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം ചെളിക്കുണ്ടിലാണ് താമര വിടരുന്നത്. ചെളിക്കുണ്ടിൽ വിടരുന്നതിന് ശേഷം, താമര വിടരുന്നതിന് ശേഷം നമ്മൾ ഒരിക്കലും അതിനെ ചെളിക്കുണ്ടെന്ന് പറയാതില്ല. താമരക്കുളം അല്ലെങ്കിൽ താമര പൊയ്ക എന്നാണ് പറയുക. അതായത് നമ്മൾ എവിടെ വളർന്നു, ഏത് സാഹചര്യത്തിൽ വളർന്നു എന്നതിനേക്കാളും അവിടെ നിന്ന് നമ്മൾ ആരായി മാറുന്നു എന്നതിലാണ് കാര്യം. ചെളിക്കുണ്ടിൽ താമര വിടരുന്നത് പോലെ നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിൽ ജനിച്ചാലും നമ്മുടെ കഠിനാധ്വാനം കൊണ്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നൊരു പ്രതീകം കൂടിയാണ് ദേവിയുടെ കയ്യിലെ താമര പ്രതിനിധാനം ചെയ്യുന്നത്. ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. രണ്ടാമത്തെ രൂപമാണ് ബ്രഹ്മചാരിണി. ഹിമവാന്റെ മകളായി ജനിച്ച ശിവനെ വരനാക്കുവാൻ ആഗ്രഹിച്ച് ബ്രഹ്മചര്യ വ്രതത്തിനായി പോകുന്ന ദേവിയുടെ ഏറ്റവും സാത്വികമായ രൂപം. ഖഡ്ഗവും കമണ്ഡലവും ജപമാലയും ഒക്കെ ധരിച്ചിരിക്കുന്ന വെള്ള വസ്ത്രധാരിയായിട്ടാണ് ദേവി പറയുക. അതിൽ ഏറ്റവും വലിയൊരു പ്രസിദ്ധമായ വാക്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൈന്ദവ വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനത്തിന് വിധേയമാക്കപ്പെട്ട ഒരു പദം കൂടിയാണ് ബ്രഹ്മചര്യം എന്നത്. ഒരു സ്ത്രീവിരുദ്ധ സമീപനമാണ് ബ്രഹ്മചര്യം എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. ബ്രഹ്മചാരിണി ദേവി പ്രതിനിധാനം ചെയ്യുന്നത് ഒരു കേന്ദ്രീകൃതമായ അടച്ചുറപ്പുള്ള ഒരു അടിസ്ഥാനമുള്ള ജീവിത രീതിയെയാണ്. അതായത് ഹിമവാന്റെ മകളായി ജനിച്ച എല്ലാ ആഡംബരത്തിലും ജീവിക്കുന്ന ദേവി ശിവനെ വരനാക്കുവാൻ വേണ്ടി കഠിനമായ തപസ്സിനു വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ദേവിയോട് അമ്മ പറയുന്നുണ്ട്, അല്ലയോ മകളെ, നിന്റെ ശരീരം കോമളമാണ്, ഇത്രമാത്രം ശിവനെ നേടുവാൻ വേണ്ടിയുള്ള തപസ് അതികഠിനമാണ്, അത്രയും കഠിനമായ തപസ് ചെയ്യുവാനുള്ള ശക്തിയും ക്ഷമതയും നിന്റെ ശരീരത്തിനില്ല, അതുകൊണ്ട് നീ ഈ ഉദ്യമത്തിൽ നിന്നും പിൻവാങ്ങണമെന്ന്. ആ സമയത്ത് ദേവി പറയുന്നൊരു വാക്കുണ്ട്, ഒഴുകുന്ന നദിയെയും ഉറച്ച മനസ്സിനെയും ആർക്കും തടുക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് തന്നെ ഇതെന്റെ ഉറച്ച തീരുമാനമാണ്, ആ തീരുമാനത്തിന് വേണ്ടി എന്ത് സഹനവും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. ദേവിയുടെ ആ മനോധൈര്യമാണ് ബ്രഹ്മചര്യം എന്ന സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും ആ ആഗ്രഹത്തെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി എന്ത് സഹനവും നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ, സഹിക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യഫലമായിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മുടെ മുമ്പിൽ സാധിക്കുമെന്നാണ് ബ്രഹ്മചാരിണി രൂപസങ്കല്പം നമുക്ക് കാണിച്ചു തരുന്നത്. ബ്രഹ്മചാരിണി രൂപസങ്കല്പത്തിൽ ദേവിയുടെ വ്രതാനുഷ്ഠാനങ്ങളെയൊക്കെ കാളിദാസൻ കുമാരസംഭവത്തിൽ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. തഥാ സമക്ഷം ദഹദാ മനോരഥം പിനാകിന ഭഗ്മ മനോരഥാ സതി ഹൃദയേന സ്വരൂപം നിനിന്ദ പാർവതി ഹൃദയേഷു സൗഭാഗ്യ ഫലാഹി ചാരുത. അതായത് അഖില ലോകവും വാഴ്ത്തുന്നതാണ് പാർവതി ദേവിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോ അമ്മ പറഞ്ഞു വിടുകയാണ്, നിന്റെ സൗന്ദര്യത്തിന് ഭംഗമേൽക്കുക തന്നെ ചെയ്യും. നീ ഈ സഹനത്തെ അല്ലെങ്കിൽ ഇത്രയും കഠിനമായ ഒരു യാഗത്തെ ചെയ്യുവാൻ നീ പോകുമ്പോൾ നിന്റെ സൗന്ദര്യത്തിന് തീർച്ചയായും മങ്ങലേൽക്കും, നിന്റെ ശരീരം കോമളമാണ്. അപ്പോൾ ദേവി മറുപടി പറയുകയാണ്, എന്റെ സൗന്ദര്യം എല്ലാവരാലും വാഴ്ത്തപ്പെടുന്ന എന്റെ ഈ സൗന്ദര്യത്തിൽ അദ്ദേഹം മയങ്ങുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ സൗന്ദര്യത്തെ അദ്ദേഹത്തിന് പ്രാപിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹത്തിനു വേണ്ടി എന്റെ ശരീരത്തെയും ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും ത്യജിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ദേവി അന്നു മുതൽ അപർണയായി അറിയപ്പെടുന്നു. അപർണ എന്ന പദം, അതിന്റെ അർത്ഥം പർണത്തെ ഉപേക്ഷിച്ചവളാണ് പാർവതി. അതായത് വ്രതാനുഷ്ഠാനം ചെയ്യുന്ന സമയത്ത്, ആ വനത്തിൽ താമസിക്കുന്ന സമയത്ത് ഓരോ വൃക്ഷത്തിൽ നിന്നും പഴങ്ങൾ പറിച്ചു കഴിക്കാൻ പാടില്ല എന്ന വിധിയുണ്ട്. ഓരോ വൃക്ഷത്തിൽ നിന്നും സ്വാഭാവികമായിട്ട് താഴെ വീഴുന്ന പഴങ്ങൾ എടുത്തു കഴിക്കുകയാണ് ചെയ്യുന്നത്.
അതിനെയാണ് പർണം എന്ന് പറയുന്നത്. ആ പർണത്തെ പോലും ഉപേക്ഷിച്ചുകൊണ്ട് നിരാഹാരത്തിലൂടെ അദ്ദേഹത്തിലേക്ക് അടുക്കാനുള്ള ദേവിയുടെ സഹനത്തിനെയാണ് അപർണ എന്ന് നാമധേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രഹ്മചാരി രൂപത്തിലുള്ള ദേവിയെ ആരാധിക്കുകയാണെങ്കിൽ ആത്മവിശ്വാസവും ക്രിയാശക്തിയും കുട്ടികൾക്ക് പഠനത്തിൽ ഏകാഗ്രതയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. മൂന്നാമത്തെ രൂപമാണ് ചന്ദ്രഘണ്ഠ. നെറ്റിയിൽ ചന്ദ്രക്കലയെ ആധാരമാക്കിയവളും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ചൈതന്യം ഒരേ ഭാവത്തിൽ ദേവിയിൽ ഇരിക്കുന്നു. ദേവിയുടെ ചന്ദ്രക്കല എല്ലാ ദിക്കിൽ നിന്ന് വരുന്ന അധർമ്മത്തെ ഇല്ലാതാക്കുവാനും മാത്രം പ്രാപ്തമാണ്. ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ ആത്മവിശ്വാസവും ക്രിയാശക്തിയും ലഭിക്കും എന്നാണ് വിശ്വാസം. നാലാമത്തെ രൂപമാണ് ഊഷ്മാണ്ഡ. ഊഷ്മാവിനെ, ഊർജത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തിയെ കേന്ദ്രീകരിച്ചവളും 3 കണ്ണോടുകൂടിയ ദേവി. 10 കൈകളാണ് ദേവിക്കുള്ളത്. ഒരു കൈയിൽ തൃശൂലവും മറുകൈയിൽ താമരയും ഢമരുവിനെയും കമണ്ഡലുവിനെയും ആയുധമാക്കിയ സ്ത്രീ. ആ സമയത്ത് ഏറ്റവും ഉദാത്തമായ ഒരു കാര്യം, ആ 3 കണ്ണുകൾ 3 ദിക്കിൽ നിന്ന് വരുന്ന അധർമ്മത്തെ ഇല്ലാതെയാക്കി അനാചാരത്തിനു മേൽ ആചാരങ്ങളെ കൊണ്ടുവരുവാൻ, അധർമ്മത്തിനു മേൽ ധർമ്മത്തെ പ്രതിഷ്ഠിക്കുവാൻ പ്രാപ്തമാണ്. ദേവിയുടെ 5ാമത്തെ രൂപമാണ് സ്കന്ധമാത. ദേവീ സങ്കല്പങ്ങളിൽ ഏറ്റവും ഉദാത്തമാണ് സ്കന്ധമാത. അർഷഭാരത സംസ്കാരത്തിൽ നാരീ പൂജയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ നവദുർഗ സങ്കല്പങ്ങളിൽ സ്കന്ധമാതയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. അതായത് ഒരു കൈയിൽ ആയുധവും മറുകൈയിൽ കാർത്തികേയനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു സ്ത്രീ രൂപമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. തൃശൂലവും താമരയും ധരിച്ചുകൊണ്ട് സിംഹാസനസ്ഥയായി ഇരുന്നു കൊണ്ട് മറുകൈകൾ കൊണ്ട് തന്റെ മകനെ മാറോട് അണർത്തുന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരേ സമയം തന്റെ ഔദ്യോഗിക ജീവിതവും അതുപോലെ തന്നെ സ്വകാര്യ ജീവിതത്തെയും ഏകീകരിക്കാൻ ദേവിക്ക് സാധിക്കുന്നുവെന്ന്. പലപ്പോഴും സ്ത്രീകളുടെ ജീവിത രീതികളിലും ഈ ഒരു പ്രാമുഖ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് സ്വന്തം തൊഴിൽ ചെയ്യുന്ന സമയത്തും വൈവാഹിക ജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹിതയായ സ്ത്രീയാണെങ്കിൽ തന്റെ ഭർത്താവിന്റെയും മക്കളുടെയും കാര്യങ്ങളൊക്കെ നോക്കി അതിനെ കൂടി ഏകീകരിക്കാനുള്ള ഒരു ക്ഷമത ദേവിക്കുണ്ട്. അതേ രൂപം തന്നെയാണ് ഇവിടെ സ്കന്ധമാതയിലുമുള്ളത്. ഒരേ സമയം ആയുധം ധരിക്കുമ്പോഴും താനൊരു അമ്മയാണ് എന്ന ആ ആർഷബോധത്തിന്റെ ഉത്തരമായ ഉദാഹരണമായിട്ടാണ് സ്കന്ധമാത മാറുന്നത്. അതിനുശേഷം കാർത്യായനി, കകന്റെ മകളായി ജനിച്ച കാർത്യായനി രൂപം. കാർത്യായനി രൂപത്തിൽ ദേവി ആരാധിക്കുന്നതിലൂടെ നമുക്ക് ആത്മവിശ്വാസവും ഏകാഗ്രതയും ഉണ്ടാകും എന്നാണ് പറയുക. അടുത്ത രൂപമാണ് ദേവിയുടെ ഏറ്റവും താമസ രൂപമായിരിക്കുന്ന കാളരാത്രി. അതായത് രക്തബീജൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കഠിനമായി വ്രതം ചെയ്ത് ബ്രഹ്മാവിനെ തൃപ്തിപ്പെടുത്തി. ആ സമയത്ത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് എന്തു വരമാണ് നൽകേണ്ടത് എന്ന് ചോദിച്ചു. ആ സമയം അദ്ദേഹം മറുപടി പറഞ്ഞു, എനിക്ക് മരണം വേണ്ട, ഞാൻ എന്നും എല്ലാ കാലവും ജീവിച്ചിരിക്കണം. അത് കേട്ടപ്പോൾ ബ്രഹ്മാവ് മറുപടി പറഞ്ഞു, അത് സാധ്യമല്ലല്ലോ പുത്ര, നീ ജനിച്ചിട്ടുണ്ടെങ്കിൽ നീ മരിക്കുക തന്നെ ചെയ്യും. മരണമില്ലായ്മ എന്ന് പറയുന്ന അമരത്വം നേടുവാൻ നിനക്ക് കഴിയില്ല എന്ന്. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നെ യുദ്ധം ചെയ്യാൻ വരുന്ന സമയത്ത് എന്റെ ശരീരത്തിൽ നിന്നും ഒരു രക്തത്തുള്ളി ഈ ഭൂമിയിൽ വീഴുകയാണെങ്കിൽ ആ ഒരു രക്തത്തുള്ളിയിൽ നിന്നും 1000 രക്തബീജന്മാർ ഉണ്ടാവണം. അതായത് അദ്ദേഹത്തെ യുദ്ധം ചെയ്യാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ രക്തം ഭൂമിയിൽ വീഴുകയാണെങ്കിൽ അദ്ദേഹത്തിന് തുല്യ ശക്തിയുള്ള 1000 രക്തബീജന്മാർ ഭൂമിയിൽ ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായി യുദ്ധത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. തഥാസ്തു എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ മടങ്ങി. അതുകൊണ്ട് ഭൂലോകത്തെ ഒരു ശക്തിക്കും തന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന അഹംഭാവത്തിൽ 14 ലോകത്തിലും അധർമ്മം കൊണ്ട് അനാചാരങ്ങൾ കൊണ്ട് അദ്ദേഹം വിളയാടി. ആ സമയത്ത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തി കേന്ദ്രീകരിച്ചുകൊണ്ട് കാളരാത്രിയായി വന്ന് ഒരു തുള്ളി രക്തം പോലും ഭൂമിയിൽ വീഴാതെ ആകാശത്ത് വെച്ച് അദ്ദേഹത്തെ ഇല്ലാതെയാക്കി. ദർഭത്തെ വാഹനമാക്കിയ ദേവി. കാളരാത്രി പറയുന്ന മറ്റൊരു ഉദാത്തമായ ആശയമുണ്ട്. അതായത് രക്തബീജൻ എന്ന് പറയുന്ന അസുരനെ വധിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെക്കാളും ഭീകരമായ രൂപത്തിലാണ് ദേവി അവതരിച്ചിരിക്കുന്നത്. ഇത് കാണിച്ചു തരുന്ന മറ്റൊരു സത്യമുണ്ട്. എന്തുകൊണ്ട് ദേവി സാത്വികമായ രൂപത്തിൽ പോയി അദ്ദേഹത്തെ വധിച്ചില്ല? അദ്ദേഹം അത് അർഹിക്കുന്നില്ല എന്നതാണ് അതിനുള്ള ഉത്തരം. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാക്കുകൾ, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വ്യക്തികൾ, ഓരോ വ്യക്തിക്കും അർഹിക്കുന്ന ആയുധമാണ് നമ്മൾ നൽകേണ്ടത്. രക്തബീജനെ സംബന്ധിച്ചിടത്തോളം ദേവിയുടെ സാത്വികമായ രൂപം അദ്ദേഹം അർഹിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിനേക്കാളും ഭയാനകമായ കാളരാത്രിയെ വന്ന് ദേവി അദ്ദേഹത്തെ ഇല്ലാതെയാക്കി. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന വാക്കുകളെ, നമ്മുടെ മുമ്പിൽ വരുന്ന വ്യക്തികളെ അവർ അർഹിക്കുന്ന രീതിയിൽ മറുപടി കൊടുത്തു വിടുക തന്നെ ചെയ്യുക. അത്തരത്തിൽ ദേവി ഏറ്റവും സാത്വികമായ രൂപത്തിൽ നിന്നും താമസ രൂപത്തിലേക്ക് മാറി രക്തബീജന്റെ അഹംഭാവത്തെ ഇല്ലാതെയാക്കി.
അതിനുശേഷമുള്ള രൂപമാണ് സ്കന്ദമാതയ്ക്കും കാളരാത്രിക്കും ശേഷം ശൈലപുത്രിയും ദേവിയും കഴിഞ്ഞ് അവസാനമായി സിദ്ധിദാത്രിയിലേക്ക്. അതായത് ദേവിയുടെ ഇത്രയും കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളിലെല്ലാം കീഴ്പ്പെട്ടുകൊണ്ട് അർദ്ധനാരീശ്വര സങ്കല്പമായി മാറി ശിവനെ നേടിയതിനു ശേഷം അർദ്ധനാരീശ്വര സങ്കല്പത്തിലിരിക്കുന്ന ദേവിയെ പ്രാർത്ഥിക്കുന്നതിലൂടെ മനസ്സമാധാനവും ഗൃഹത്തിൽ സ്വസ്ഥതയും ആത്മവിശ്വാസവും ഉണ്ടാകുമെന്നാണ് പറയുക. ആത്യന്തികമായി നവരാത്രി പറയുന്നത് മഹിഷാസുരനെ നിഗ്രഹിച്ച് വേദങ്ങളെ തിരിച്ചെടുത്ത് അവയെ പൂജയ്ക്ക് വെക്കുന്നതാണ് നവരാത്രി എന്ന്. മഹിഷാസുരന് പിന്നിലും ഇതുപോലൊരു കഥയുണ്ട്. മഹിഷാസുരൻ എന്ന് പറയുന്ന അസുരൻ കഠിനമായി വ്രതം ചെയ്ത് ബ്രഹ്മാവിനെ തൃപ്തിപ്പെടുത്തി തന്നെ ആരും വധിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം രക്തബീജനോട് പറയുന്ന വാക്കുകൾ തന്നെ അദ്ദേഹത്തിനോടും പറഞ്ഞു, നിന്നെ ആർക്കും വധിക്കാതിരിക്കുക സാധ്യമല്ല, മരണം ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ വളരെ അഹംഭാവത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീ മാത്രമേ എന്നെ കൊല്ലാൻ പറ്റൂ, ഒരു പുരുഷന്മാരും എന്നെ തുടരുത്, അങ്ങനെ അങ്ങ് വരം നൽകണമെന്ന്. ആ പറഞ്ഞതിന് പിന്നിൽ ഒരു അഹംഭാവമുണ്ട്. കാരണം സ്ത്രീ ചപലതയുടെ, കണ്ണീരിന്റെ, ത്യാഗത്തിന്റെ, സഹനത്തിന്റെ ഒക്കെ പ്രതീകമാണ്. എന്നെ പോലൊരു അസുരനെ വധിക്കാൻ ഒരിക്കലും ഒരു സ്ത്രീക്ക് സാധിക്കുകയില്ല എന്ന ആത്മവിശ്വാസവും അഹംഭാവവുമാണ് എന്നെ കൊല്ലാൻ ഒരു സ്ത്രീ മതി എന്ന് പറയുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അതിനുശേഷം ഈ 7-14 ലോകത്തും അസമത്വങ്ങൾ കൊണ്ട്, അധർമ്മം കൊണ്ട് വിളയാടിയിരുന്ന സമയം മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഒരുമിച്ച് ചേർന്നു. ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും മഹേശ്വരന്റെയും ശക്തികൾ ചേർന്ന് 18 ഭുജവും, ഇന്ദ്രനിൽ നിന്ന് വജ്രായുധവും, ശിവനിൽ നിന്ന് തൃശൂലവും, വിഷ്ണുവിൽ നിന്ന് സുദർശന ചക്രവും, ബ്രഹ്മാവിൽ നിന്ന് ഗംഗാജലവും, ഇന്ദ്രനിൽ നിന്ന് 3 മടക്കുകളോട് കൂടിയ വയറും, യമനിൽ നിന്ന് നീണ്ട തലമുടിയും ലഭിച്ച് ദേവി മഹാകാളിയ രൂപവൽക്കരിച്ച് മഹിഷാസുരനെ നിഗ്രഹിച്ച് വേദങ്ങളെ തിരികെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നവദുർഗാ സങ്കല്പങ്ങൾ പറയുന്ന മറ്റൊരു ഉദാത്തമായ സങ്കല്പമുണ്ട്. സ്ത്രീ ഒരിക്കലും ചപലയല്ല. അതുപോലെ തന്നെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ ശക്തികൾ ക്രോഡീകരിച്ചുകൊണ്ട് ദേവിയായി രൂപവൽക്കരിച്ചു എന്ന് പറയുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ ജാതിയില്ല, മതമില്ല, ലിംഗവ്യത്യാസങ്ങളില്ല. അർദ്ധനാരീശ്വര സങ്കല്പവും പറഞ്ഞു വെക്കുന്നത് തന്നെയാണ്. ഇഹലോകത്തെ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ലിംഗത്തിന്റെയും പേരുള്ള വ്യതിയാനങ്ങൾ ദൈവത്തിന് മുമ്പിലില്ല. ദൈവം എല്ലാവരിലും സമാനനായിട്ടാണ് ഇടപെടുക. ഹിമാലയാത് സമാരഭ്യ യാവത് ഹിന്ദു സരോവരം താവദേശം ഹിന്ദുസ്ഥാൻ ഇത് നാമേന കഥ്യതി. വടക്ക് ഹിമാലയം മുതൽ ഇങ്ങ് ഇന്ത്യൻ മഹാസമുദ്രം വരെ വളർന്ന് വികസിച്ചു കിടക്കുന്ന ഒരു സാംസ്കാരിക ജീവിത ശൈലിയാണ് ഹിന്ദുമതം. സനാതന സംസ്കാരം അതൊരു ജീവിതശൈലി മാത്രമാണ്. എന്നാൽ സനാതന സംസ്കാരം എന്നത് ഹിന്ദുവുമായി കൂടിച്ചേർന്നിട്ട് സഹസ്രാബ്ദങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഹിമാലയ പർവ്വതത്തിന്റെ ഹിയും ഹിന്ദു സരോവരത്തിന്റെ ഹിന്ദുവും ചേർന്നാണ് ഹിന്ദു എന്ന പദം ഉണ്ടായത്. ആദ്യകാലത്ത് ഹിമാലയത്തിലെ ഹിന്ദു സരോവരത്തിന് സമീപം താമസിക്കുന്നവരെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് ഹിന്ദുക്കൾ എന്നത്. ആദ്യകാലത്ത് അത് സിന്ധുക്കളായിരുന്നു. പിന്നീട് കാലാന്തരത്തിൽ അത് ഹിന്ദുവായി പരിണമിച്ചതാണ്. അതായത് ഒരു സാംസ്കാരിക ജീവിത ശൈലിയാണ് ഹിന്ദുമതം. അകാര ഉകാര മകാരങ്ങളുടെ സമന്വയമാണ് ഓംകാരം. നമുക്കറിയാം, നമ്മുടെ ഏതു മന്ത്രത്തിന്റെയും പ്രഥമമായി നമ്മൾ ഓം എന്ന ശബ്ദം ഉപയോഗിക്കാറുണ്ട്. ഓം എന്ന ശബ്ദം പൂർണ്ണതയാണ് കാണിക്കുന്നത്. അതുപോലെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഊർജത്തെ പ്രദാനം ചെയ്യുന്ന ബ്രഹ്മത്തെയാണ് നമ്മൾ ആത്യന്തികമായി ഉപാസിക്കുന്നത്. ചുരുക്കത്തിൽ ഓംകാരം എന്ന പ്രണവ മന്ത്രത്തിൽ അധിഷ്ഠിതമായി ബ്രഹ്മം എന്ന ആത്യന്തിക ശക്തിയെ ഉപാസിക്കുന്നവരാണ് ഹിന്ദുക്കൾ. ഹിന്ദുവിനെ നമുക്ക് പല രീതിയിൽ വേർപെടുത്താം. സാമാന്യ ഹിന്ദു, വൈദിക ഹിന്ദു, വേദാന്ത ഹിന്ദു, സാംസ്കാരിക ഹിന്ദു എന്നിങ്ങനെ. ഇതിൽ ആദ്യത്തേതാണ് സാമാന്യ ഹിന്ദു. ആരാണ് സാമാന്യ ഹിന്ദു? ക്ഷേത്ര ദർശനം നടത്തുന്ന, നെറ്റിയിൽ ചന്ദനക്കുറി ധരിക്കുന്ന, അർഷഭാരത സംസ്കാരത്തിന്റെ ആധികാരികതകളെ പറ്റി വലിയ അറിവൊന്നുമില്ലാത്ത സാധാരണക്കാരായ ഹിന്ദുക്കളാണ് സാമാന്യ ഹിന്ദു. രണ്ടാമത്തേത് വേദാന്ത ഹിന്ദു. അതായത് ശങ്കരാചാര്യരെ പോലെ, അദ്വൈത ഫിലോസഫി പോലുള്ള ഉദാത്തമായ ഉയർന്ന ബൗദ്ധിക നിലവാരമുള്ള ആശയങ്ങളെ ക്രോഡീകരിച്ച് ലൗകിക ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി വെടിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ. മൂന്നാമത്തത് വേദ ഹിന്ദുക്കൾ. അതായത് 4 വേദങ്ങളും 6 വേദാംഗങ്ങളും 18 പുരാണങ്ങളും ഹൃദ്യസ്ഥമാക്കി ഹിന്ദു എന്നത് കേവലം ഒരു മതമല്ല, ഒരു സംസ്കാരമാണ് എന്ന ആശയത്തിൽ ജീവിക്കുന്നവർ. ഈ സാംസ്കാരിക ഹിന്ദുവിന് ഒരു പാരമ്പര്യമുണ്ട്. അത് വൈദിക പാരമ്പര്യമാണ്.
4 വേദങ്ങളും 6 വേദാംഗങ്ങളും 18 പുരാണങ്ങളും 2 ഇതിഹാസങ്ങളും ഭഗവത്ഗീതയിലും അധിഷ്ഠിതമായ ഒരു പാരമ്പര്യം. അതിൽ ആദ്യത്തേതാണ് വേദം. വിദ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നുമാണ് വേദം എന്ന വാക്കിന്റെ ഉത്പത്തി. വിദ്യതേ അനേന ഇത് വേദ. ഏതൊരു വാക്കിന് മുമ്പിലും വേദം എന്ന ഉപസർഗം നമ്മൾ ചേർക്കുന്നു. ധനുർവേദം, യജുർവേദം. ആ വേദം എന്ന ഉപസർഗത്തിന്റെ മീനിങ് എന്ന് പറയുന്നത് ഏത് വിഷയത്തെ പറ്റിയും പൂർണ്ണമായി അറിവ് നൽകാൻ പ്രാപ്തമായത് എന്നതാണ്. വേദത്തിലുള്ളത് ലോകത്ത് എവിടെയും നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ആർഷഭാരത സംസ്കാരം പറഞ്ഞു വെക്കുന്നത്. പ്രധാനമായും നമുക്ക് 4 വേദങ്ങളാണുള്ളത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിൽ ആദ്യത്തേതാണ് ഋഗ്വേദം. ബന്ധങ്ങളിൽ അമ്മയെ പോലെ, മന്ത്രങ്ങളിൽ ഗായത്രി പോലെ വേദങ്ങളിൽ ഋഗ്വേദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. 1028 സൂക്തങ്ങളും 10462 സ്തോത്രങ്ങളും 10 മണ്ഡലങ്ങളും അടങ്ങുന്ന ഋഗ്വേദമാണ് വേദങ്ങളുടെ മാതൃസ്ഥാനത്തെ അലങ്കരിക്കുന്നത്. നമുക്കറിയാം, വേദങ്ങളിൽ നമ്മൾ ആർഷഭാരത സംസ്കാരത്തിന്റെ മന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രങ്ങളുടെ ഒരു ക്രോഡീകരണമാണ് ഋഗ്വേദം. അതിൽ ആദ്യത്തെ മന്ത്രമാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഗായത്രി മന്ത്രം. ഓം ഭൂവർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇതിന്റെ അർത്ഥം, ഭൂമി, അന്തരീക്ഷം, സ്വർഗം ഇവയിൽ സ്ഥിതി ചെയ്യുന്ന സർവവ്യാപിയായ സകലതിനെയും ജനിപ്പിക്കുന്ന സവിതാവായ ദേവന്റെ ചൈതന്യധാമത്തിന്റെ സർവോത്കൃഷ്ടമായ തേജസ്സിനെ നമുക്ക് ധ്യാനിക്കാം. ആ ദേവൻ നമ്മുടെ ബുദ്ധിശക്തിക്ക് പ്രചോദനമലരട്ടെ, നമ്മെ പരിരക്ഷിക്കട്ടെ എന്നാണ്. പുലർക്കാലത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നിരുന്ന ഗായത്രി മന്ത്രം ജപിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും ഏകാഗ്രതയും ഉണ്ടാകുമെന്നാണ് പറയുക. രണ്ടാമത്തെ മന്ത്രമാണ് മേധാസൂക്തം. ഭജനാവലികളിലൊന്നും അധികം കാണാത്ത, സുപരിചിതമല്ലാത്ത ഒരു മന്ത്രമാണ് മേധാസൂക്തം. മേധാസൂക്ത മന്ത്രം ഒരാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ പാടില്ല, അല്ലെങ്കിൽ എഴുതി കൊടുക്കുവാൻ പാടില്ല എന്നാണ് പറയുക. മേധാസൂക്ത മന്ത്രം നമ്മൾ കേട്ടാണ് അഭ്യസിക്കേണ്ടത്. ബ്രഹ്മമുഹൂർത്തമാക്കുന്ന പുലർക്കാലത്ത് ഉണർന്നിരുന്ന മേധാസൂക്ത ലഭിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാവിജയവും സമ്പൽ സമൃദ്ധിയും മനസ്സമാധാനവും ഉണ്ടാകും എന്നാണ് പറയുക. ഓം സദസ്പരിമദ്ഭുതം പ്രിയമിന്ദ്രസ്യ കാമ്യം സനിം മേധാമയശിഷം സ്വാഹാ. ഓം യാം മേധാം ദേവഗണാം പിതരശ്ചോപാസ്തേ തയാമാമധ്യമേധയാഗ്നി മേധാവിനം കുരു സ്വാഹാ. പ്രജാപതി മേധാമിന്ദ്രശ്ച വായുശ്ച മേധാം ദാതു മേ സ്വാഹാ. ഇതാണ് മേധാസൂക്തം. ഇത്തരത്തിൽ ആർഷഭാരത സംസ്കാരത്തിന്റെ ആധികാരികതയിൽ ഉൾപ്പെടുന്ന ഏറ്റവും തേജോസ്മലമായിരിക്കുന്ന മന്ത്രങ്ങളുടെ ഒരു കൂട്ടമാണ് ഋഗ്വേദം. രണ്ടാമത്തെ വേദമാണ് യജുർവേദം. യജ്ഞം കഥം കരിഷ്യതി ഇത് യജുർവേദം. അതായത് ആർഷഭാരത സംസ്കാരത്തിൽ, ഹിന്ദു സംസ്കാരത്തിന് ഒരു പാരമ്പര്യമുണ്ട്. ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ മരിക്കുന്നവരെയുള്ള ചടങ്ങുകളിൽ ഒരുപാട് യാഗങ്ങളും പൂജകളും ഒക്കെ ആയിട്ട് കൂട്ടിപ്പിടിഞ്ഞു കിടക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കൾക്ക്. അതുപോലെ തന്നെ അതിന്റെ പേരിൽ പല രീതിയിലും വിമർശനത്തിന് വിധേയമാക്കപ്പെടാറുമുണ്ട്. നമ്മളൊക്കെ തന്നെ അഡ്വർടൈസ്മെന്റിൽ കാണാറുണ്ട്, ഈ മന്ത്രം, ഈ യന്ത്രം വാങ്ങി നിങ്ങൾ വീട്ടിൽ വെച്ചാൽ മതി, നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകും, നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും, ഇത് നിങ്ങൾ ശരീരത്തിൽ ധരിച്ചാൽ മതി, നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ സ്ഥിര ബുദ്ധിക്ക് നിരക്കാത്തതാണ് ഈ കാര്യങ്ങൾ. അതായത് ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ ശരീരത്തിൽ ധരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ വാങ്ങി വെച്ചത് കൊണ്ടോ എങ്ങനെ സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് പറയുക. പലപ്പോഴും നമുക്കറിയാം, ബലിതർപ്പണമൊക്കെ ചെയ്യുന്ന സമയത്ത് തിരുമുല്ല, വാലം പോലെയുള്ള സ്ഥലങ്ങളിൽ വേദത്തെ പറ്റിയോ പൂജയെ പറ്റിയോ ആത്യന്തികമായ അറിവില്ലാത്ത പല വ്യക്തികളും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി അവിടെ ഇരുന്ന മന്ത്രങ്ങൾ ജപിക്കാറുണ്ട്. അത് വേദം തന്ത്രമായി മാറുന്ന രീതിയിൽ. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഹിന്ദു സംസ്കാരം എന്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഡ്വർടൈസിന് പിന്നാലെ എന്തുകൊണ്ട് നമ്മൾ പോകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത്, നമ്മുടെ വേദങ്ങളെ പറ്റി, നമ്മുടെ മന്ത്രങ്ങളെ പറ്റി, നമ്മുടെ യാഗങ്ങളെ പറ്റി ആത്യന്തികമായ അറിവില്ലായ്മ എന്ന് തന്നെയാണ്. ഒരു ഗണപതി ഹോമം എങ്ങനെ നടത്തണം, ആ സമയത്ത് ഉച്ചരിക്കേണ്ട മന്ത്രങ്ങൾ എന്തൊക്കെയാണ്, ഇവയെ പറ്റി അടിസ്ഥാനപരമായ അറിവില്ലായ്മ, അതാണ് പലരും ചൂഷണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഹിന്ദുവായി ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്വൈന്റെ ജീവിത സാഹചര്യത്തിൽ കടന്നു പോകുന്ന ഹോമങ്ങളും പൂജകളിലും ഉച്ചരിക്കേണ്ട മന്ത്രങ്ങൾ എന്തൊക്കെയാണ് യാഗവിധികൾ, ഇവയെ പറ്റി ആത്യന്തികമായി നമുക്ക് അറിവ് നൽകുന്ന വേദമാണ് യജുർവേദം. മൂന്നാമത്തെ വേദമാണ് സാമവേദം. ആഹ്ലാദയന്തി സാന്ത്വേതി ഇത് സാമവേദം.
സാന്ത്വനിപ്പിക്കുന്നത്, ആഹ്ലാദിപ്പിക്കുന്നതാണ് സാമവേദം. അതായത് വേദങ്ങൾ കൃത്യമായി എങ്ങനെ ഉച്ചരിക്കണം എന്ന് പഠിപ്പിക്കുന്ന, അതുപോലെ സംഗീതം, പ്രഭാഷണം, നൃത്തം തുടങ്ങിയ എല്ലാ കലകളുടെയും ഉറവിടമായിട്ടാണ് സാമവേദത്തെ പറയുക. 1075 മന്ത്രങ്ങളിൽ 75 മന്ത്രങ്ങൾ മാത്രമാണ് സാമവേദത്തിൻ്റെതായിട്ടുള്ളത്. ബാക്കി മുഴുവനും ഋഗ്വേദത്തിൽ നിന്നും കടം കൊണ്ടുള്ളവയാണ്. അവസാനത്തെ വേദമാണ് അഥർവവേദം. ആദ്യകാലത്ത് 3 വേദങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഥർവവേദത്തിന് വേദങ്ങളുടെ കൂട്ടത്തിൽ പ്രാമുഖ്യം ഉണ്ടായിരുന്നില്ല. അതിനുള്ള കാരണം ആഭിചാരം, കൂടുപാത്രം തുടങ്ങിയ ദുഷ്കർമ്മങ്ങൾക്കാണ് 4ാം വേദം ഉപയോഗിക്കുന്നത് എന്ന് പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആത്യന്തികമായി ഗവേഷണത്തിന് വിധേയമാക്കിയപ്പോൾ അതിന്റെ 2ാം പകുതിയിൽ രോഗനാശത്തിനും മഹാരോഗങ്ങൾക്കും വ്യാധികൾക്കും അതുപോലെ ഉത്തിഷ്ടകാര്യ ലബ്ധിക്കുമുള്ള ഒരുപാട് മന്ത്രങ്ങളും ഉപായങ്ങളും ഉൾപ്പെടുന്നു. അതിനുശേഷമാണ് അഥർവവേദത്തെ കൂടി വേദങ്ങളുടെ പട്ടികയിലേക്ക് കൂട്ടിയത്. അത്തരത്തിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇവയാണ് 4 വേദങ്ങൾ. അതിനുശേഷം 6 വേദാംഗങ്ങൾ: ശിക്ഷ, കൽപ്പ, വ്യാകരണ, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷ ഇവയാണ് 6 വേദാംഗങ്ങൾ. അതിലാദ്യത്തേതാണ് ശിക്ഷ. ഉപദേശം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് വേദങ്ങളിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ഉപദേശങ്ങളിൽ, ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളിൽ ആത്യന്തികമായ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുവാനുള്ള ഉപദേശങ്ങളുടെ ക്രോഡീകരണമാണ് ശിക്ഷ. രണ്ടാമത്തേത് കൽപ്പം. കർമ്മകാന്ഡത്തെയാണ് കൽപ്പം ഉപദേശിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ പല കർമ്മങ്ങളെ പറ്റിയും വേദാംഗത്തിൽ പറയുന്നുണ്ട്. അവയുടെ ഒരു ക്രോഡീകരണമാണ് കൽപ്പം. മൂന്നാമത്തത് വ്യാകരണം. വേദങ്ങളുടെ കണ്ണ് എന്നാണ് വ്യാകരണത്തെ അറിയപ്പെടുക. അതായത് കൃത്യമായി വേദം എങ്ങനെ ഉച്ചരിക്കണം. നമുക്കറിയാം, വേദം ഉച്ചരിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അപ്പൊ ആത്യന്തികമായി വേദങ്ങൾ എങ്ങനെ ഉച്ചരിക്കാം എന്നാണ് വ്യാകരണത്തിലൂടെ പറയുന്നത്. സംസ്കൃത വ്യാകരണത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ശിവൻ ഢമരു കൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ട്. ഐ, ഉം, ഋക്, ഏയോ, അയ്യോ, ഹൈവരുടെ, ലണ്, യമഗണ, നമ, ഞഭഞ്ഞ്, ഘടദശ്, ജപഘടദശ്, സഭ, ചടത, ചടതവ്, കപയ്, ശശിസര്, ഹലം. ഈ 14 ശബ്ദങ്ങളെയും മാഹേശ്വര സൂത്രങ്ങൾ എന്നാണ് പറയുക. ഈ മാഹേശ്വര സൂത്രത്തിൽ നിന്നുമാണ് സംസ്കൃത വ്യാകരണത്തിന്റെ ഉത്പത്തി. അതുപോലെ വേദങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് ഓരോ വാക്കുകളും ഉച്ചരിക്കേണ്ട ഉച്ചാരണ സ്ഥാനങ്ങളുണ്ട്. അക്കുഹ വിസർജനീയാനാം കണ്ഠഃ, ഋടുവേഷാനാം താലു, ഋടുവേഷാനാം മൂർത്തോ, ഏതേ തോഹോ കണ്ഠതാലു, ഓതോ തോഹോ കണ്ഠോസ്തം, വകാരസ്യ ദന്തോസ്തം, ജിഹ്വാമൂലയസ്യ ജിഹ്വാമൂലം എന്നിങ്ങനെ ഓരോ ഉച്ചാരണ സ്ഥാനങ്ങൾ പറഞ്ഞു വെക്കുന്നു. ഇത്തരത്തിൽ വേദങ്ങൾ തെറ്റുകൂടാതെ ആത്യന്തികമായി എങ്ങനെ ശരിയായി ഉച്ചരിക്കണം എന്നതിനെ പറ്റി അറിവ് നൽകുന്നതാണ് വ്യാകരണം. അടുത്തത് നിരുക്തം, ഛന്ദസ്, ജ്യോതിഷ. നിരുക്തം എന്ന് പറയുന്നത് വേദങ്ങളുടെ നിഘണ്ടുവായി, ശബ്ദകോശമായി നമുക്ക് പറയാം. പലപ്പോഴും സംസ്കൃതത്തെ ലൗകിക സംസ്കൃതം എന്നും വൈദിക സംസ്കൃതം എന്നും 2 രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. ഞങ്ങളൊക്കെ പഠിക്കുന്ന സംസ്കൃതമാണ് ലൗകിക സംസ്കൃതം, സ്വാഭാവികമായ വ്യവഹാരത്തിന് ഉപയോഗിക്കുന്ന സംസ്കൃതം. രണ്ടാമത്തെ സംസ്കൃതമാണ് വൈദിക സംസ്കൃതം, അതായത് വേദങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന സംസ്കൃതം. അത് സാധാരണ ഒരു സംസ്കൃത പണ്ഡിതന് പോലും വ്യാഖ്യാനിക്കാൻ അത്രമേൽ പ്രയാസമേറിയതാണ്. അപ്പോൾ അതിനെ എങ്ങനെ കൃത്യമായി പറയാം, അതിന് സാമാന്യവും വിപരീതവുമായ പദങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് വേദങ്ങളുടെ കാഠിന്യതയെ ലഘൂകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അവസാനത്തേതാണ് ജ്യോതിഷം. വേദങ്ങളുടെ മുഖം എന്നാണ് ജ്യോതിഷത്തെ അറിയപ്പെടുക. സൗരയൂഥത്തിലെ നക്ഷത്രങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ്, ഇവയെ സംബന്ധിച്ച ആത്യന്തികമായി നമുക്ക് അറിവ് നൽകുന്നു. ഇത്തരത്തിൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം തുടങ്ങിയ 4 വേദങ്ങളും ശിക്ഷ, കൽപ്പ, വ്യാകരണ, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷ ഇവയാണ് 6 വേദാംഗങ്ങൾ. ഇനിയുള്ളത് 10 ഉപനിഷത്തുകളാണ്. ആത്യന്തികമായി ഉപനിഷത്തുകളുടെ എണ്ണം 108 ആണ്. പക്ഷെ എന്തുകൊണ്ട് ഈ 10 ഉപനിഷത്തുകൾക്ക് പ്രാധാന്യമേറുന്നു എന്ന് പറയുമ്പോൾ ശങ്കരാചാര്യാൽ ഭാഷ്യം എഴുതപ്പെട്ടത് കൊണ്ടാണ് ഈ 10 ഉപനിഷത്തുകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുള്ളത്. ഈശോവാസ്യ, കേനം, പ്രശ്നം, കഠം, മുണ്ഡകം, മാണ്ഡൂക്യം, തൈത്തരീയം, ഐത്തരീയം, ചാന്തോക്യം, ബൃഹദാരണ്യകം ഇവയാണ് 10 ഉപനിഷത്തുകൾ. ഈശോവാസ്യമിതം സർവം യത്കിൻ ജഗത്യാം ജഗത് എന്ന ഒരു ശുഭ ശ്ലോകത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കേൾക്കുന്ന പല വാക്കുകളും ഉപനിഷത്തിൽ നിന്നും കടം കൊണ്ടുള്ളവയാണ്. അസതോമ സദ്ഗമയ തവ സോമാ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ.
അസത്തിൽ നിന്നും എന്നെ സത്യത്തിലേക്ക് നയിച്ചാലും, അധർമ്മത്തിൽ നിന്നും എന്നെ ധർമ്മത്തിലേക്ക് നയിച്ചാലും, അന്ധകാരത്തിൽ നിന്നും എന്നെ പ്രകാശത്തിലേക്ക് നയിച്ചാലും, ഉദാത്തമായ ശുഭകാമനകളെ പ്രതിദാനം ചെയ്യുന്ന ഈ വാക്ക് ബൃഹദാരണ്യക ഉപനിഷത്തിൽ നിന്നും കടം കൊണ്ടുള്ളവയാണ്. സത്യം വധ ധർമ്മം ചര, സത്യം പറയൂ ധർമ്മം ചെയ്യൂ, തൈത്തരീയ ഉപനിഷത്തുകളെ വാക്യമാണ്. യഥോ ധർമ്മ തഥോ ജയ. അതുപോലെ നമ്മൾ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ശബരിമലയിലേക്ക് കടന്നു ചെല്ലുന്ന ഭക്തനോട് ഭഗവാൻ പറയുന്നൊരു വാക്യമുണ്ട്. തത്വമസി അഹം ബ്രഹ്മാസ്മി തത് ത്വം അസി. അല്ലയോ ഭക്ത, 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഏത് ബ്രഹ്മത്തെ അറിയുവാനാണോ നീ എന്റെ മുമ്പിലേക്ക് വന്നത്, അല്ലയോ ഭക്ത, അത് നീ തന്നെയല്ലേ? എന്റെ ഉള്ളിലും നിന്റെ ഉള്ളിലും അടങ്ങുന്ന ചൈതന്യം ഒന്ന് തന്നെയല്ലേ? ജീവാത്മാവും പരമാത്മാവും തുല്യമാണ് എന്ന് പറയുന്ന തുല്യതയുടെ ഈ ഉദാത്തമായ വാക്യം മുണ്ഡക ഉപനിഷത്തിൽ നിന്നും കടം കൊണ്ടുള്ളവയാണ്. കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പോകണ്ട. ആർഷഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഒരു ലിഖിത ഭരണഘടനയുണ്ട് എന്നത്. ഈ ഭരണഘടന ആരംഭിക്കുന്നതും ഒരു ഉപനിഷത് വാക്യം കടം കൊണ്ടുകൊണ്ടാണ്. സത്യമേവ ജയതേ നാനൃതം. സത്യം തന്നെ വിജയിക്കട്ടെ, ധർമ്മം തന്നെ പരിപാലിക്കപ്പെടട്ടെ. ഇത്തരത്തിൽ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആദർശപരമായിട്ടുള്ള സന്ദേശങ്ങൾ പ്രദാനം ചെയ്യുന്ന വാക്കുകളുടെ ഒരു സമന്വയമാണ് 10 ഉപനിഷത്തുകൾ. അതിനുശേഷമുള്ളത് 18 പുരാണങ്ങളാണ്. ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്തക പുരാണം, ശിവപുരാണം, ലിംഗപുരാണം, മാർക്കണ്ഡേയ പുരാണം, അഗ്നിപുരാണം, പത്മപുരാണം, ഭവിഷ്യപുരാണം, ഭാഗവത പുരാണം, സ്കന്ദപുരാണം, ഗരുഡപുരാണം, വരാഹപുരാണം, മത്സ്യപുരാണം, കുറുവപുരാണം, വരാഹപുരാണം, ഗരുഡപുരാണം തുടങ്ങി 18 പുരാണങ്ങൾ. വേദങ്ങളിൽ നിന്നും വേദാംഗങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും എല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് സദാചാര നിലയിലേക്ക് സാധാരണക്കാരായ വ്യക്തികളിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നവയാണ് ഈ 18 പുരാണങ്ങൾ. കാരണം അവയുടെ ഭാഷ, അവയുടെ കഥാരൂപത്തിൽ ഗദ്യരൂപത്തിലുള്ള അവതരണം, അവയൊക്കെ കൊണ്ട് നമുക്ക് ഏറെ ഹൃദ്യമാണ്. പലപ്പോഴും പുരാണ കഥകൾ കേൾക്കുവാനും പറയുവാനും ഒക്കെ നമുക്ക് വളരെ വലിയ ഇഷ്ടവുമാണ്. 18 പുരാണങ്ങളുടെ ആശയത്തെ നമുക്ക് ഒരൊറ്റ ശ്ലോകത്തിൽ ക്രോഡീകരിക്കാൻ സാധിക്കും. അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനം ദ്വയം പരോപകാരം പുണ്യം പാപമേവ പരപീഠനം. 18 പുരാണത്തിൽ വ്യാസൻ ചെന്നത് രണ്ടുതാൻ, പരോപകാരമേ പുണ്യം പാപമോ പരപീഠനം. ഈ 18 പുരാണത്തിലൂടെയും വ്യാസൻ ഒരേ ആശയം മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്. പരോപകാരമാണ് പുണ്യം. മറ്റൊരു വ്യക്തിക്ക് നിസ്വാർത്ഥമായി നീ ചെയ്തു കൊടുക്കുന്ന സംഭാവന, അതാണ് പുണ്യം. പാപമോ പരപീഠനം. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു വ്യക്തിയെ നീ ഇല്ലായ്മ ചെയ്യുന്നുവെങ്കിൽ, ഒരു വ്യക്തിയെ നീ വേദനിപ്പിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ പാപം. ഈ ആശയത്തിലേക്ക് നയിക്കപ്പെടുന്ന കഥകളുടെ ഒരു സമാഹാരമാണ് 18 പുരാണങ്ങൾ. അതിനുശേഷം നമ്മൾ കടന്നു ചെല്ലുന്നത് 2 ഇതിഹാസങ്ങളിലേക്കാണ്. കുടില മുതൽ കൊട്ടാരം വരെ ആർഷഭാരത സംസ്കാരത്തെ ഇത്രമേൽ സ്വാധീനിച്ചിട്ടുള്ള മറ്റ് 2 ഗ്രന്ഥങ്ങളില്ല. ധർമ്മ അർത്ഥ കാമ മോക്ഷ സമന്വിതം പുരാകഥ ഇതിഹാസം. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന പുരാണ കഥകളുടെ ഒരു സമന്വയമാണ് ഇതിഹാസം. ഇതിഹാസ്യതേ, ഇപ്രകാരം സംഭവിച്ചു എന്നാണ് ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥം. ആർഷഭാരത സംസ്കാരത്തിന് അഭിമാനമായി 2 ഇതിഹാസങ്ങളാണുള്ളത്, രാമായണവും മഹാഭാരതവും. അതിൽ ആദ്യത്തേത് രാമായണം. രാമസ്യ അയനം ഇത് രാമായണം, രാമായണം എന്നിങ്ങനെ 2 അർത്ഥങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. രാമന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു യാത്രയാണ് രാമായണമെന്നും, അതല്ല രാ എന്ന അന്ധകാരത്തെ മായ്ക്കാൻ സഹായിക്കുന്നത് എന്തോ അതാണ് രാമായണമെന്നും 2 അർത്ഥങ്ങളുണ്ട്. രാമന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു യാത്ര എന്ന് പറയുമ്പോൾ അതത്ര സുഖകരമല്ല. നമുക്കറിയാം, ദശരഥന്റെ മകനായി ജനിച്ച രാമൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഹൃദയ ദൗർബല്യങ്ങളുടെ സഹനത്തിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ആദ്യമായി ഒരു രാജാവിന്റെ മകനായി ജനിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് സംഭവിക്കുന്ന ഒരുപാട് ജീവിത വ്യഥകളുണ്ട്. കാരണം ഗുരുകുല വിദ്യാഭ്യാസമാണ് ചെയ്തിരിക്കുന്നത്. ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം, പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുവിന്റെ ഭവനത്തിൽ താമസിച്ച് വേണം വിദ്യ അഭ്യർത്ഥിക്കാൻ. അത് രാജാവിന്റെ മകനായാലും സാധാരണക്കാരന്റെ മകനായാലും ഒരുപോലെയാണ് ഗുരുവിനെ പരിചരിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് വളരെ കഠിനമായ രീതിയിലാണ് ആ ഒരു പഠനം പൂർത്തിയാക്കുന്നത്. ആ പഠനത്തിന് ശേഷം സീതാദേവി വിവാഹം ചെയ്യുകയും
ആ വൈവാഹിക ജീവിതത്തിന്റെ സുഖഭോഗങ്ങളിൽ അധികം കാലം അനുഭവിക്കാതെ 14 വർഷം വനവാസത്തിന് പോവുകയും പിന്നെ വിഭാരനായി തീരുന്ന രാമന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു യാത്രയാണ് രാമായണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാമായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് ഒരിക്കൽ ഒരു വ്യക്തി വരരുചിയോട് ചോദിക്കുകയുണ്ടായി, രാമായണത്തിൽ പാതിവൃത്യത്തിന്റെ പരിഹാരവുമായ ഭാരതീയ സ്ത്രീ സങ്കല്പത്തെ നമുക്ക് സീതാദേവിയിൽ കാണാം. നിസ്വാർത്ഥമായി സഹോദരി സ്നേഹത്തെ ഭരത ശത്രുഘ്നന്മാരിലും രാമലക്ഷ്മണന്മാരിലും കാണാം. നിസ്വാർത്ഥനായ രാജ്യസ്നേഹിയെ നമുക്ക് ശ്രീരാമചന്ദ്രനിൽ കാണാം. അതാണ് രാമായണം. ഇത്രമാത്രം ആശയങ്ങൾ പേരുന്ന രാമായണത്തിൽ അങ്ങേ സ്വാധീനിച്ച ഒരു വാക്യം പറയാമോ? വരരുചിയെ ഏറെ കുഴപ്പിച്ചൊരു ചോദ്യമായിരുന്നു അത്. കാരണം ഓരോ വാക്കിലും ഓരോ വരിയിലും അർത്ഥം പേറുന്ന രാമായണത്തിൽ നിന്നും ഒരു വാക്ക് മാത്രം എടുത്തുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തരിക? കുറച്ചു സമയത്തെ ആലോചനയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, രാമായണത്തിൽ എന്നെ സ്വാധീനിച്ച ഒരു വാക്കുണ്ട്, രാമം ദശരഥം വിധി മാം വിധി സീത. രാമം ദശരഥം വിധി മാം വിധി സീത. ഈ രണ്ട് വാക്കുകൾക്ക് പിന്നിൽ ഒരു കഥ പറയുവാനുണ്ട്, ഒരു ചരിത്രം പറയുവാനുണ്ട്. അതായത് 14 വർഷക്കാലം വനവാസത്തിന് തന്റെ അച്ഛന്റെ വാക്കിനെ പാലിക്കുവാൻ വേണ്ടി വനവാസത്തിന് പോകുവാൻ പുറപ്പെടുന്ന രാമൻ സീതാസമേതനായിട്ട് പോകാൻ പുറപ്പെടുമ്പോൾ ലക്ഷ്മണൻ വന്നിട്ട് പറയുകയാണ്, കുട്ടിക്കാലം മുതൽ തന്നെ അങ്ങയുടെ സുഖത്തിലും ദുഃഖത്തിലും ഞാൻ അങ്ങേ അനുഗമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയ്ക്കൊപ്പം ഈ വനവാസത്തിലും അങ്ങേ അനുഗമിക്കാൻ എന്നെ അനുവദിക്കണമെന്ന്. അദ്ദേഹത്തിനോട് ഒരിക്കലും ഒരു മറുവാക്ക് പറയാൻ സാധിക്കാതിരുന്ന രാമൻ അതിന് അനുവാദം നൽകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 14 വർഷക്കാലം വനവാസത്തിന് പോകുന്ന സമയത്ത് അമ്മയുടെ അനുവാദം വാങ്ങിക്കുവാൻ വേണ്ടി സുമിത്രയുടെ അടുത്തേക്ക് ചെന്നു. ആ സമയത്ത് സാധാരണ ഏതൊരു അമ്മയാണെങ്കിലും പറയും, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? കാരണം സുഖഭോഗങ്ങളുണ്ട്, ഒരു വലിയ രാജ്യം തന്നെ കാത്തിരിപ്പുണ്ട്, കല്യാണം കഴിഞ്ഞ് അധികം നാടുകളല്ലാത്ത ഭാര്യ നിന്നെ കാത്തിരിക്കുന്നു. അപ്പൊ ഈ സുഖഭോഗങ്ങളെല്ലാം മറന്നുകൊണ്ട് രാമനൊപ്പം പോകേണ്ട ആവശ്യമുണ്ടോ? അതും വനത്തിലെ യാത്ര എന്ന് പറയുന്നതും വനത്തിലെ ജീവിതം എന്ന് പറയുന്നതും ദുസ്സഹമാണ്, അതിസഹനീയമായ കാര്യമാണ്. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല സുമിത്ര പറയുന്നത്. തന്റെ അടുത്ത് അനുവാദം വാങ്ങിക്കാൻ വന്ന ലക്ഷ്മണനെ നോക്കി പുഞ്ചിരി തൂകിക്കൊണ്ട് ദേവി പറഞ്ഞു, രാമം ദശരഥം വിധി മാം വിധി സീത. നീ രാമനും സീതയ്ക്കുമൊപ്പം വനവാസത്തിന് പോകുമ്പോൾ ആ രാമനെ നീ ദശരഥനായി കാണുക, സീതാദേവിയെ ഞാൻ അമ്മയാകുന്ന സുമിത്രയായി കാണുക. അതായത് എന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്കുമൊപ്പം അല്ല ഞാൻ പോകുന്നത്, മറിച്ച് എന്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് എന്ന ബോധ്യത്തോടു കൂടി ഒരു മകന്റെ കടമകളെല്ലാം നിർവഹിച്ച 14 വർഷത്തിന് ശേഷം നീ തിരികെ വരൂ എന്ന് പറഞ്ഞു വെക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ നിഷ്കളങ്കമായ സഹോദരി സ്നേഹം, ഭരതശത്രുഘ്നന്മാരും രാമലക്ഷ്മണന്മാരും ഒരേ അമ്മയുടെ തന്നെ മക്കളായിരുന്നില്ല. പക്ഷെ എങ്കിലും എല്ലാവിധമാകുന്ന ദുഃഖങ്ങളും മനസ്സിൽ പേറിക്കൊണ്ട് സഹോദരി സ്നേഹത്തിന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്ന സുമിത്രയുടെ ആ ത്യാഗോചനമായ അമ്മയുടെ രൂപമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്ന് വരരുചി പറഞ്ഞു വെക്കുന്നു. അതുപോലെ തന്നെയാണ് സീതാദേവിയുടെ പരിശുദ്ധി എന്ന് പറയുന്നത്. പലപ്പോഴും രാമായണത്തെ പറ്റി ആത്യന്തികമായ അറിവില്ലാത്ത വ്യക്തികൾ പോലും പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത് ശരിയായില്ല എന്നത്. ധർമ്മത്തെ പാലിക്കുവാനായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത്. ഒരു രാജാവിനോട് അദ്ദേഹത്തിന്റെ അസ്തിത്വത്തെ പറ്റി നിലപാടുകൾ കൊണ്ട് ചോദ്യം ചെയ്യുവാനുള്ള അവകാശം ഓരോ രാജഭരണം അനുഭവിക്കുന്ന പ്രജകൾക്കുമുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ വൈവാഹിക ജീവിതത്തിൽ ഒരു ചോദ്യം വന്നപ്പോൾ ആ ചോദ്യത്തിന്റെ സത്യത്തെ തെളിയിക്കുവാൻ വേണ്ടിയായിരുന്നു ആ ഒരു ധർമ്മം അദ്ദേഹം ചെയ്തത്. ആ സമയത്ത് സീതാദേവി പറയുന്നുണ്ട്, ഏകദാ തസ്യ ധർമ്മബോധസ്യ വിഖ്യാതസ്യ കുലസ്യ യുജ്യം വായിതി. അങ്ങ് എന്നെ ഉപേക്ഷിക്കുന്നത് അല്ലെങ്കിൽ എന്നെ വനത്തിൽ വിടുന്നത് അങ്ങയുടെ കുലധർമ്മത്തിനും അങ്ങയുടെ ആശയങ്ങൾക്കും അങ്ങയുടെ നിലപാടുകൾക്കും ആദർശത്തിനും നിരക്കുന്നതാണെങ്കിൽ ധൈര്യമായി അങ്ങനെ ചെയ്തുകൊള്ളൂ എന്ന് പറയുന്ന സർവം സഹയായ പാർവതി ദേവിക്ക് ഒപ്പം സീതാദേവിയുടെ പരിശുദ്ധിയെ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. അത്തരത്തിൽ ത്യാഗോജനമായ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഉത്തമ പുരുഷനായിട്ടാണ് പലപ്പോഴും ശ്രീരാമനെ പറയുന്നത്. ആർഷഭാരത സംസ്കാരം പറയുന്നുണ്ട്, രാമരാജ്യം വരണം. ഏറ്റവും കൂടുതൽ ദുർവ്യാഖ്യാനത്തിന് വിധേയമാക്കപ്പെട്ടൊരു പദമാണ് രാമരാജ്യം വരണം. ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദുക്കൾ രാജ്യം ഭരിക്കണം എന്നല്ല, രാമനെ പോലെ നിസ്വാർത്ഥമായ നിഷ്കളങ്കനായ ഒരു രാജ്യ ഭരണ അധികാരി ഉണ്ടാകണം. അദ്ദേഹത്തെ പോലെ ത്യാഗോജ്വലമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകണം, പ്രജാക്ഷേമ തൽപരനായിരിക്കണം എന്നതാണ് രാമരാജ്യ സങ്കല്പം ആത്യന്തികമായി പറഞ്ഞു വെക്കുന്നത്.
അതിനുശേഷമാണ് മഹാഭാരതം. കുടില മുതൽ കൊട്ടാരം വരെ ആർഷഭാരത സംസ്കാരത്തെ ഇത്രമേൽ പിടിച്ചുകുലുക്കിയ മറ്റൊരു ഇതിഹാസമില്ല. പലപ്പോഴും രാമായണത്തെക്കാൾ കൂടുതൽ കഥകളായും കവിതകളായും സിനിമകളിലായും ഒക്കെ നമ്മളിലേക്ക് എത്തിയതാണ് മഹാഭാരതം. ത്രേതായുഗത്തിൽ നിന്നും ദ്വാപര യുഗത്തിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു സാംസ്കാരിക മാറ്റം നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ കഴിയും. അതായത് അവിടെ പാരവൃത്തത്തിന്റെ പര്യാരൂപമായി കാണുന്നത് സർവം സഹയായ സീതാദേവിയാണെങ്കിൽ മഹാഭാരതത്തിലേക്ക് വരുമ്പോൾ അത് ദ്രൗപദിയായി മാറി. സീതാദേവിയെ പോലെ സർവം സഹിക്കുന്ന സഹനത്തിന്റെ കണ്ണീരിന്റെ പ്രതീകമല്ല ദ്രൗപദി ദേവി, നിലപാടുകളുടെ രാജകുമാരിയായിരുന്നു. പലപ്പോഴും പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് പഞ്ചപാണ്ഡവരടക്കമുള്ള വ്യക്തികൾ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്, പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിന് ശേഷം ദേവിയുടെ മുഖത്തു നിന്ന് അഗ്നിയെ നേരിടുവാൻ ഞങ്ങൾക്ക് ആർക്കും സാധിച്ചിരുന്നില്ല എന്ന്. അത്തരത്തിൽ തന്റെ മുഖത്തെ ഒരു നോട്ടം കൊണ്ട് അവിടെ ഇരുന്ന എല്ലാ പുരുഷ കോമരന്മാരെ നിശബ്ദമാക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത്രമാൽ നിലപാടുകളുള്ള ഒരു ശക്തമായ സ്ത്രീ കഥാപാത്രമാണ് ദ്രൗപദി പറയുന്നത്. 5 ഭർത്താക്കന്മാരുള്ള ദ്രൗപദി എങ്ങനെ പാതിവൃത്യത്തിന്റെ പര്യായവുമായി എന്നും പറയുമ്പോൾ അവിടെ ഒരു വ്യക്തിയുടെ വൈവാഹിക ജീവിതമോ നിലപാടുകളോ അല്ല ഒരു വ്യക്തിയെ പുണ്യവതിയും പതിവ്രതയുമാക്കുന്നത്. അവരുടെ ആശയങ്ങളും അവർ നടത്തുന്ന നിലപാടുകളും ആദർശങ്ങളും തന്നെയാണ്. അത്തരത്തിൽ സർവം സഹയായ സീതാദേവിക്ക് ശേഷം എല്ലാ കാര്യങ്ങളെയും നിലപാടുകൾ കൊണ്ട് നേരിടുന്ന, തന്റെ മുമ്പിൽ ഒരു വാക്കോ നോക്കോ വരികയാണെങ്കിൽ അത് അധർമ്മമാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്ന, ഓരോ പുരുഷ കോമരന്മാരെയും തന്റെ നോട്ടങ്ങൾ കൊണ്ട് നിശബ്ദമാക്കാൻ സാധിക്കുന്ന, വാഗ്ധോരണകൾ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയുന്ന ദേവീ രൂപം. മഹാഭാരതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, യഥോധർമ്മ തഥോ ജയ. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. 5 പേരാകുന്ന പാണ്ഡവർക്ക് 101 പേരാകുന്ന കൗരവരെ തോൽപ്പിച്ച എങ്ങനെ കുരുക്ഷേത്ര യുദ്ധം വിജയിക്കുവാൻ സാധിച്ചു? നമ്മുടെ സ്ഥിരബുദ്ധിക്ക് നിരക്കുന്നതല്ല. 5 പേരെ എന്തുകൊണ്ട് 101 പേർക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന ചിന്ത പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഒരുപാട് തവണ ചോദിച്ചിരിക്കും. അതിനുള്ള ആത്യന്തികമായ മറുപടി ഈ മഹാഭാരതം പറയുന്നുണ്ട്. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ മാത്രമേ വിജയം ഉണ്ടാകൂ. പാണ്ഡവരുടെ ഭാഗത്ത് ധർമ്മം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെയാണ് അംഗബലത്തിനപ്പുറത്തേക്ക് അവർക്ക് വിജയിക്കുവാൻ സാധിച്ചത്. നമുക്ക് ആയുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് എത്രമാത്രം സമ്പത്തും സമ്പൽ സമൃദ്ധി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളുടെ ഭാഗത്ത് ന്യായമില്ല എങ്കിൽ നമ്മുടെ പാത ധർമ്മത്തിൻ്റെതല്ല എന്ന സത്യം കൂടി മഹാഭാരതം പറഞ്ഞു വെക്കുന്നു. ഇനി ഏറ്റവും അവസാനത്തേതാണ് ഭഗവത്ഗീത. ആർഷഭാരത സംസ്കാരത്തിന്റെ അഭിമാനകരമായ ഒരു കൃതിയാണ് ഭഗവത്ഗീത. മഹാഭാരതത്തിലെ ഭീഷ്മ പർവത്തിൽ 23 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള 18 അധ്യായങ്ങൾ അടങ്ങുന്നവയാണ് ഭഗവത്ഗീത. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ ദൃഷ്ടാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ ഭവിതുമബ്രവീത്. ഇങ്ങനെ തുടങ്ങുന്ന ശ്ലോകങ്ങളുടെ ഒരു കൂട്ടമാണ് ഭഗവത്ഗീത. ആർഷഭാരത സംസ്കാരത്തിൽ ഏറ്റവും അഭിമാനകരമായ ഒരു കൃതിയാണിത്. പലപ്പോഴും 4 വേദങ്ങളും 6 വേദാംഗങ്ങളും 18 പുരാണങ്ങളും 2 ഇതിഹാസങ്ങളും നിങ്ങൾ ഹൃദ്യസ്ഥമാക്കിയില്ല എങ്കിലും ഭഗവത്ഗീത നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മോക്ഷപ്രാപ്തി നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് നമ്മുടെ സംസ്കാരം പറയുന്നത്. ആർഷഭാരത സംസ്കാരത്തിലെ വേദങ്ങളുടെ അധ്യയനങ്ങളുടെ ഒരു കൂട്ടമായിട്ടാണ് ഭഗവത്ഗീത പറയുന്നത്. ഭഗവത്ഗീത എഴുതപ്പെടാനുണ്ടായ സാഹചര്യം ഏറെ സുപരിചിതമാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 2 സൈന്യങ്ങളുടെ മധ്യത്തിലായി എന്നെ ഇരുത്തൂ, എന്നെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന വ്യക്തികളെ ഞാനൊന്ന് കാണട്ടെ എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന അർജുനൻ കാണുന്നത് ആദ്യമേ ഭീഷ്മ പിതാമഹൻ, ദ്രോണർ തുടങ്ങിയ തന്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾ. പിതാവിന് തുല്യരും ഗുരുക്കന്മാരുമായി കാണുന്ന വ്യക്തികളെ ഇല്ലാതെയാക്കിയിട്ടാണ്, അവരെ പരാജയപ്പെടുത്തിയിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയ സമയത്ത് അർജുനൻ കൃഷ്ണനോട് പറയുന്നുണ്ട്, സീതന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. അല്ലയോ കൃഷ്ണ, എനിക്ക് ദിക്കുകൾ കാണാൻ കഴിയുന്നില്ല. എന്റെ കണ്ണുകളിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെ എന്റെ കാലുകൾക്ക് തറയിൽ നിലയുറപ്പിക്കാൻ സാധിക്കുന്നില്ല. ഞാനിതാ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്, തളർന്ന യുദ്ധഭൂമിയിൽ ഇരിക്കുകയാണ്. 2024 നമ്മൾ ഈ സ്റ്റേറ്റിനെ പറയുന്നത് ഡിപ്രഷൻ എന്നതാണ്. ലിഖിതാർത്ഥത്തിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലൂടെ കടന്നു പോവുകയാണ് അർജുനൻ. ആ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്, ക്ലബ്യം മാസ്മഗമപാർത്ഥ നയേതത്വൈവ ബധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിസ്ത പരം തപ.
ഭഗവത്ഗീതയിൽ പറയുന്നതിൽ ഏറ്റവും ഉദാത്തമായ ഒരു വലിയ സത്യം പറയുന്ന ഒരു ശ്ലോകമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുക. കാരണം അദ്ദേഹം പറയുന്നുണ്ട്, കുരുക്ഷേത്ര യുദ്ധം നമ്മളൊക്കെ പറയാറുണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ കുട്ടികളോടോ ഒക്കെ ഉപദേശിച്ചു കൊടുക്കാറുണ്ട്, അത് ഈസിയാണ്, നിനക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, നീ അങ്ങ് ചെയ്യും, വളരെ എളുപ്പമാണ് എന്ന്. എന്നാൽ ശ്രീകൃഷ്ണൻ അങ്ങനെ ആയിരുന്നില്ല പറഞ്ഞു കൊടുത്തത്. കുരുക്ഷേത്ര യുദ്ധം വിജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല, പക്ഷേ അത് അസാധ്യവുമല്ല. കുരുക്ഷേത്ര യുദ്ധം വിജയിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല, പക്ഷെ അത് നിന്നെ കൊണ്ട് സാധിക്കാത്തതുമല്ല. അതുപോലെ ഓരോ വ്യക്തികളുടെയും തൊഴിൽ മേഖലകൾ വിഭജിച്ചിട്ടുണ്ട്. ശത്രു സംഹാരം അകൃത്വ അഖില ഭൂശ്രീം അകത്വ രാജാഹമിത് ശബ്ദാത് നോ രാജാ ഭവിതും അർഹതി. ശത്രുക്കളെ കൊല്ലാത്ത രാജാവും ശത്രുക്കളെ കൊല്ലാത്ത സൈന്യവും ഒരിക്കലും ആ പേരിന് പ്രാപ്തരാകുന്നില്ല. അതായത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ തൊഴിലിനും ഒരു സ്വഭാവ രീതി പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് വക്കീലന്മാര് കള്ളം പറയാറുള്ളവരാണ് അല്ലെങ്കിൽ കള്ളം പറയുന്നവരാണ്. ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം തന്റെ കക്ഷിയെ രക്ഷിക്കുക എന്നതാണ് ആത്യന്തികമായ അദ്ദേഹത്തിന് ഉത്തരവാദിത്തം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തന്റെ കക്ഷിയെ രക്ഷിക്കുക എന്ന ധർമ്മത്തെ പരിപാലിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം കള്ളം പറയുന്നത്. അത് ന്യായീകരിക്കപ്പെടുന്നതാണ്. അതുപോലെ നമ്മുടെ പത്രത്തിലൊക്കെ വരാറുണ്ട് ഇത്ര സൈന്യം നമ്മുടെ ഇത്ര പാകിസ്ഥാൻകാരെ കൊന്നു എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ കൊന്നു കളയുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ഹൈന്ദവ സംസ്കാര പ്രകാരം പറയുകയാണെങ്കിൽ വധം എന്ന് പറയുന്നത് ബ്രഹ്മഹത്യാ പാപമാണ്. പക്ഷെ എന്തുകൊണ്ട് ആ വാർത്ത കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും അടക്കമുള്ള ഓരോ വ്യക്തികളും അഭിമാനിക്കുന്നു? കാരണം ഒരു സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യസുരക്ഷയാണ് അവരുടെ ധർമ്മം. രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി, രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ വേണ്ടി ശത്രുക്കളെ ഹനിക്കുക എന്ന് പറയുന്നത് ന്യായീകരിക്കപ്പെടുന്നതാണ്. ഒരു മത്സ്യബന്ധന തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം മീൻ പിടിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൊഴിലാണ്. ഒരു ആംബുലൻസ് ഡ്രൈവർ അമിതമായ വേഗം എടുക്കുമ്പോൾ അത് ന്യായീകരിക്കപ്പെടുന്നതാണ്. കാരണം ഒരു ജീവൻ രക്ഷിക്കുവാനാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. അത്തരത്തിൽ ഹർഷഭാരത സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ദേവന്മാരുടെ കയ്യിൽ നിന്നുമാണ് ക്ഷത്രിയൻ ഉണ്ടായത് എന്ന് പറയും. അതായത് യുദ്ധോത്സുകനായിരിക്കണം ക്ഷത്രിയൻ. ആരാണെന്ന് നോക്കാതെ തന്റെ മനോവ്യഥകളെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആരായാലും അധർമ്മത്തിനുമേൽ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ധർമ്മത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മനോവ്യഥകൾ പറഞ്ഞുകൊണ്ട് നീ നിന്റെ ധർമ്മത്തിൽ നിന്നും പിന്നോട്ട് പോകരുത്, നീ യുദ്ധോത്സുകനാകൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉപദേശിക്കുന്ന ഉപദേശങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. അവിടെ മനോഹരമായിട്ട് അർജുനൻ പറയുന്നുണ്ട്, അല്ലയോ കൃഷ്ണ, ഇവരെ കൊന്നിട്ട് എനിക്ക് ഒന്നും നേടേണ്ടതില്ല, ഇവരെ കൊന്നിട്ട് ഇവരെ കൊല്ലാതെ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ ഭിക്ഷ എടുത്ത് കെട്ടുന്നത് കൊണ്ട് ജീവിച്ചു കൊള്ളാം. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രമാത്രം മോശമായ കുലധർമ്മത്തെ ഇല്ലാതാക്കുന്ന വാക്കുകൾ നീ എപ്രകാരമാണ് പറയപ്പെട്ടത്, അല്ലെങ്കിൽ ഈ വാക്കുകൾ പറയാൻ എപ്രകാരമാണ് നീ പ്രാപ്തമായത് എന്ന് ചോദിക്കുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു വാക്കുകൂടെ പറയുന്നുണ്ട്, ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട ധർമ്മത്തിന് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അല്ലെങ്കിൽ യുദ്ധോത്സുകരായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കൊല്ലുവാൻ നിനക്ക് സാധിക്കും, പക്ഷേ അവരുടെ ശരീരത്തെ മാത്രം. ഇവിടെ ഇരിക്കുന്ന കൗരവരാകുന്ന 101 പേരെ അവരുടെ ശരീരത്തെ ഇല്ലാതാക്കാൻ നിനക്ക് സാധിക്കും, പക്ഷെ അവരുടെ ആത്മാവിനെ ഇല്ലാതാക്കാൻ എനിക്ക് പോലും സാധിക്കുകയില്ല. ആത്മാവെന്ന് പറയുന്നത് നിത്യമാണ്, അനശ്വരമാണ്. അത് എന്റെ ഉള്ളിലും നിന്റെ ഉള്ളിലും അവരുടെ ഉള്ളിലും അടങ്ങുന്നത് ഒരേ ബ്രഹ്മത്തിന്റെ തന്നെ ചൈതന്യമാണ്. അതുകൊണ്ട് നീ ധർമ്മത്തിൽ നിന്നും വേർപെടാതെ ആ സ്വധർമ്മത്തെ നീ പാലിക്കൂ എന്ന് പറയുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പലവിധമാക്കുന്ന മനോവിധകൾക്കുമുള്ള ആത്യന്തികമായ ഉപാധിയായിട്ടാണ് ഭഗവത്ഗീത പഠനം പറയുന്നത്. ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടെ ഭഗവത്ഗീത പഠനം നിർബന്ധമാക്കിയതിനുള്ള ഉദാഹരണം ഇത് തന്നെയാണ്. നമ്മുടെ സംസ്കാരത്തിൽ കലിയുഗത്തിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും മനോവിധകളെ ശാസ്ത്രീയമായി ഇല്ലാതാക്കാനുള്ള ഉപാധിയും ഭഗവത്ഗീത പഠനം കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആർഷഭാരത സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യമാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. കേവലം കല്ലിനെ ആരാധിക്കുന്നവരാണ് ഹൈന്ദവർ എന്ന് പറയുന്നു. കേവലം കല്ലല്ല വിഗ്രഹങ്ങൾ, വിശേഷാൽ ഗ്രഹിക്കപ്പെട്ട് ആരാധിക്കുന്നത് എന്തോ അതാണ് വിഗ്രഹാരാധന. ആത്യന്തികമായി പറയുകയാണെങ്കിൽ ഹൈന്ദവർ വിഗ്രഹത്തെ ആരാധിക്കുന്നു, പക്ഷേ ആത്യന്തികമായി വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരം ഹിന്ദുമതത്തിനില്ല. ഒരു രൂപമുള്ള ദൈവനെ ആരാധിക്കുക എന്ന് പറയുന്ന ആശയം ആത്യന്തികമായി ഹിന്ദുമതം പറഞ്ഞു വെക്കുന്നില്ല. ആദരവോടുകൂടി വേദങ്ങളെ സ്വീകരിക്കുക,
മോക്ഷപ്രാപ്തിക്ക് വിവിധ മതങ്ങളുണ്ടെന്ന സത്യം അംഗീകരിക്കുക, ആരാധിക്കേണ്ട ദേവന്മാർ നിരവധിയാണ് എന്ന ധർമ്മം ഉൾക്കൊള്ളുക, ഇവയാണ് മറ്റു മതങ്ങളിൽ നിന്നും ഹിന്ദു മതത്തെ വ്യത്യസ്തമാക്കുന്നത്. നാഹമീശ്വര എന്ന് പറയുന്ന നിരീശ്വരവാദ സങ്കല്പത്തെയും ഏകമേവ അദ്വിതീയം എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസത്തെയും ഏകസത്യം വിപ്രാതവദതി എന്ന് പറയുന്ന ബഹുദൈവ ആരാധനയും ഒരുപോലെ സ്വീകരിക്കുന്ന സംസ്കാരമാണ് നമുക്കുള്ളത്. അതായത് നിരീശ്വരവാദ സങ്കല്പം പറഞ്ഞ സുശ്രുതനെയും കാമസൂത്രം എഴുതിയ വാത്സ്യാനെയും ചരക സംഹിത എഴുതിയ ചരകനെയും മഹർഷി എന്ന് അഭിസംബോധന ചെയ്യുന്ന ആർഷഭാരത സംസ്കാരമാണ് നമ്മുടേത്. അതൊരിക്കലും വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമല്ല. അതിന് ഏറ്റവും ഒരു ഉദാഹരണം ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതം തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ പലപ്പോഴും അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ആദ്യമേ അദ്ദേഹം അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. പിന്നീട് വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും പോലുള്ള വേദാന്തത്തിന്റെ ആത്യന്തികമായ കൃതികൾ എഴുതി വേദത്തെ പറ്റിയും വേദാന്തത്തെ പറ്റിയും അറിവ് ലഭിച്ചതിന് ശേഷം അദ്ദേഹം ആത്യന്തികമായി പ്രതിഷ്ഠിക്കുന്നത് ഒരു കണ്ണാടിയെയാണ്. എന്താണ് അതിനോട് ഉദ്ദേശിക്കുന്നത്? രൂപമുള്ള ദേവനെ ആരാധിച്ച് അരൂപനായ ദേവനിലേക്കുള്ള യാത്ര, സഗുണത്തിൽ നിന്നും നിർഗുണത്തിലേക്കുള്ള യാത്രയാണ് ഹിന്ദുമതം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്ത്രീകൾക്ക് ശബരിമല കയറണം എന്ന് പറയുമ്പോൾ അതൊക്കെ പല രീതിയിൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വിഷയമായി മാറുമ്പോഴും ആത്യന്തികമായ ഒരു ഹിന്ദുമതത്തിന് അത്തരത്തിലുള്ള നിബന്ധനകൾ ഒന്നും തന്നെയില്ല. അതായത് ഞാൻ ഇവിടെ നിന്ന് അയ്യപ്പനെ വിളിച്ചാലും അയ്യപ്പൻ കേൾക്കുക തന്നെ ചെയ്യും. ഒരു രൂപമോ ഒരു ഭാവമോ ഇല്ലാതെ നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങൾ വിളിക്കുന്ന വിളി ആത്യന്തികമായിട്ട് നിഷ്കളങ്കവും നിർമ്മലവുമാണെങ്കിൽ ഭഗവാൻ ആ വിളി കേൾക്കുക തന്നെ ചെയ്യും. അതിന് രൂപമോ ഭാവമോ ജാതിയോ മതമോ വർഗമോ വർണ്ണത്തിന്റെയോ ലിംഗത്തിന്റെയോ വ്യത്യാസങ്ങളില്ല എന്ന് പറഞ്ഞു വെക്കുന്ന സംസ്കാരമാണ് ഹിന്ദുമതത്തിനുള്ളത്. ആത്യന്തികമായി ഹിന്ദുമതം കർമ്മത്തിൽ അധിഷ്ഠിതമാണ് എന്നതാണ് ഒരു സത്യം. കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പലപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ പരാതിയായിട്ട് പറയാറുണ്ട്, ഞാൻ എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്, നെറ്റിയിൽ ചന്ദ്രക്കുറി ധരിക്കുന്നവരാണ്, അർച്ചന ചെയ്യുന്നവരാണ്, പക്ഷെ എങ്കിലും എനിക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നില്ല. എന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന വ്യക്തി ഒരു നിരീശ്വരവാദിയാണ്, അദ്ദേഹം അമ്പലത്തിൽ കയറാറേയില്ല, എങ്കിലും അദ്ദേഹത്തിന്റെ ജീവിത വിജയങ്ങൾ ഉണ്ടാകുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? ഈശ്വരനെ വിളിച്ചിട്ടും എനിക്ക് എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നത്. ഇവിടെയാണ് ഹിന്ദുമതം കർമ്മത്തിൽ അധിഷ്ഠിതമാണ് എന്ന സത്യം പറഞ്ഞു വെക്കുന്നത്. ആണെങ്കിൽ ഇവയെല്ലാം കേന്ദ്രീകരിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അതായത് കർമ്മത്തിൽ അധിഷ്ഠിതമാണ് ഹിന്ദുമതം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നിസ്വാർത്ഥമായി ദൈവത്തെ പൂജിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിത വിജയം ഉണ്ടാവുക. നമ്മൾ എവിടെ എപ്പോഴും അമ്പലത്തിൽ കയറുന്ന ദൈവത്തെ പൂജിക്കുന്ന സമയത്തായാലും പ്രാർത്ഥിക്കുന്ന സമയത്തായാലും ഒന്നും ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന്. ആ വാക്കുകൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അയ്യപ്പൻ മാസ്റ്ററുടെ സദാചാര രംഗത്തേക്ക് സാമൂഹിക പ്രവർത്തന രംഗത്തേക്കുള്ള കടന്നുകയറ്റം. അദ്ദേഹം ഒരു തികഞ്ഞ നിരീശ്വരവാദിയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവനോട് എനിക്ക് ആരാധനയുണ്ട്, പക്ഷെ അങ്ങ് പറഞ്ഞ വാക്കുകളെ ഒന്ന് മാറ്റി എന്റേതായ രീതിയിൽ ഞാനൊന്ന് പ്രചരിപ്പിച്ചോട്ടെ. അത് കേൾക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, അദ്ദേഹം ഒരിക്കലും ഒരു നിഷേധാത്മകവാദിയല്ല, ക്രിയാത്മകവാദിയാണ്. അങ്ങേക്ക് ശരി എന്ന് തോന്നുന്ന രീതിയിൽ അങ്ങ് പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രചരിപ്പിച്ചത് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്നായിരുന്നു. ഇത് കേട്ടപ്പോ ഒരുപാട് വിശ്വാസികളെ പ്രകമ്പനം കൊള്ളിക്കുന്ന വാക്കുകളായിരുന്നു ഇത്. അവരെല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് ശ്രീനാരായണ ഗുരുദേവനെ കണ്ടിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞ വാക്കിനെ വികൃതമായിട്ടാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്, ദൈവമില്ല എന്നാണ് പ്രചരിപ്പിക്കുന്നത് എന്ന്. ഇത് കേട്ടിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ മറുപടി പറഞ്ഞു, അയ്യപ്പന്റെ വാക്കിൽ ദൈവം ഉണ്ടാവില്ല, അവന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്, അത് തന്നെ ധാരാളമാണ് എന്നത്. അതായത് വാക്കുകൾ കൊണ്ട് നമ്മൾ നാമം ജപിച്ചതുകൊണ്ടോ ശരീരം കൊണ്ട് ക്ഷേത്രദർശനം നടത്തിയത് കൊണ്ടോ ഒരു യഥാർത്ഥ ഭക്തനായി നിങ്ങൾ മാറുന്നില്ല. മറിച്ച് നിങ്ങളുടെ ഭക്തി അചഞ്ചലമാണെങ്കിൽ, നിങ്ങളുടെ കർമ്മരംഗം ധർമ്മത്തിൻ്റെതാണെങ്കിൽ ആത്യന്തികമായി നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന ആശയമാണ് ഹിന്ദുമതം പറഞ്ഞു പഠിപ്പിക്കുന്നത്. അത്തരത്തിൽ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ബ്രഹ്മചര്യം, ഗൃഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം തുടങ്ങിയ 4 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ആത്യന്തികമായി മോക്ഷപദത്തിലേക്ക് എത്തുന്നത്. അതിൽ ആദ്യത്തെ ഘട്ടമാണ് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടമായിട്ടാണ് നമ്മൾ ബ്രഹ്മചര്യത്തെ പറയുക. ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീവിരുദ്ധ സമീപനത്തിന് അപ്പുറത്തേക്ക് ബ്രഹ്മത്തിൽ ചരിക്കുന്നതെന്തോ അതാണ് ബ്രഹ്മചര്യം. വിദ്യാഭ്യാസ കാലഘട്ടം 2024 വിദ്യാഭ്യാസത്തിന് ഒരു രാഷ്ട്രീയമുണ്ട്.
അത് സ്വാർത്ഥതയുടെ രാഷ്ട്രീയമാണ്. നീ പഠിച്ച് ജോലി വാങ്ങിച്ച് നിന്നെ കൊണ്ടാവുന്ന ഒരു വീട് വെച്ച് മതിൽ കെട്ടിയാൽ നീ വിദ്യയുടെ കാര്യത്തിൽ സമ്പന്നനായി എന്ന് പറയുന്ന സ്വാർത്ഥതയുടെ രാഷ്ട്രീയം. പലപ്പോഴും നമ്മൾ കുട്ടികളെ കലാലയത്തിലേക്കും വിദ്യാലയങ്ങളിലേക്കും വിടുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, നീ പഠിക്കണം, നീ മാർക്ക് വാങ്ങിക്കണം, നീ റാങ്ക് വാങ്ങിക്കണം എന്നൊക്കെ പറയുന്ന നിലയിൽ നിന്നും നീ രാവിലെ പോയി ജീവനോടെ തിരികെ വരണം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ വിദ്യാഭ്യാസം അധംപതിച്ചിരിക്കുന്നു. സ്വന്തം സഹപാഠിയെ ഇല്ലാതെയാക്കുന്ന, കൊന്നുകളയുന്ന ഒരു സംസ്കാരം. എവിടെ നിന്നാണ് ആർഷഭാരത സംസ്കാരത്തിന് ഇത്രയും അധംപതിച്ചൊരു ജീവിത രീതി ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിന് എവിടെയോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിക്ക് എന്തോ ഒരു തെറ്റ് വന്നിട്ടുണ്ട്. പലപ്പോഴും ഒരു നല്ല കുട്ടി ഇമേജ് ഉണ്ടാക്കാനുള്ള ഉപാധിയായി വിദ്യാഭ്യാസം മാറിയിരിക്കുന്നു എന്നതാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. തനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ പട്ടാളത്തിന് നേരെ വെടിയുതിർത്തുകൊണ്ട് അവയ്ക്കെതിരെ എതിർന്ന് പ്രവർത്തിച്ച മലാല യൂസഫ്സായി അഫ്ഗാനിസ്ഥാൻ പട്ടാളത്തിന് ഒരു നല്ല കുട്ടിയായിരുന്നില്ല. അക്രമരാഹിത്യം എന്ന സമരമാർഗം കൊണ്ട് സൂർണസ്തമിക്കത്ത സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച, ജീവിതം സമരവും സഹനവുമാക്കി മാറ്റിയ, ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യമുന്നിൽ നയിച്ച മഹാത്മാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ബ്രിട്ടീഷ് പട്ടാളത്തിന് ഒരു നല്ല കുട്ടിയായിരുന്നില്ല. ഇന്ത്യ അപരിഷ്കൃത നാടാണെന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന ഒറ്റ പ്രഭാഷണത്തിലൂടെ ആർഷഭാരത സംസ്കാരത്തെ ലോകത്തെ നിറകയിലെത്തിച്ച സ്വാമി വിവേകാനന്ദൻ ഭാരത വിരുദ്ധർക്ക് ഒരു നല്ല കുട്ടിയായിരുന്നില്ല. നിന്റെ പ്രശ്നങ്ങളിൽ, നിന്റെ വീടിനെയും നിന്റെ വീട്ടുകാരെയും സംബന്ധിക്കുന്ന പ്രശ്നങ്ങളിൽ മാത്രം നീ ഇടപെട്ടാൽ മതി, മറ്റൊരു വിഷയത്തിലും ഇടപെട്ടാൽ നല്ല കുട്ടിയായിരിക്കുക എന്ന വാക്കുകൾക്ക് പകരം എവിടെയാണോ അധർമ്മം ഉണ്ടാക്കുന്നത്, എവിടെയാണോ സത്യത്തിന് മൂല്യച്യുതി ഉണ്ടാക്കുന്നത്, അവിടെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ നീ ശബ്ദം ഉയർത്തണമെന്ന് പറയുന്നതാണ് ആർഷഭാരത സംസ്കാരം. ഒരു ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഒരു അധ്യാപകൻ പറയുകയാണ്, ഇന്ത്യ ഈസ് ദ ലാൻഡ് ഓഫ് ദ പീപ്പിൾ, ദേ ആർ കോൾഡ് പ്രീ ആഡമൈറ്റ്സ്. അപരിഷ്കൃതരുടെ നാടാണ് ഇന്ത്യ എന്ന് പറഞ്ഞു. ഒരു ബ്രിട്ടീഷ് അധ്യാപകനാണ് അത് പറഞ്ഞത്. അത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിരുന്ന പല ഇന്ത്യക്കാരും നിശബ്ദരായ സമയത്ത് ഒരു വിദ്യാർത്ഥി എണീറ്റ് എന്ന് പറഞ്ഞു, അത് അങ്ങയുടെ അറിവില്ലായ്മ കൊണ്ടാണ്. 4 വേദങ്ങളും 6 വേദാംഗങ്ങളും 18 പുരാണങ്ങളും 2 ഇതിഹാസങ്ങളും ലോകത്തിന് സംഭാവന ചെയ്ത ഭാരതം എങ്ങനെയാണ് അപരിഷ്കൃതരാവുക? അങ്ങയുടെ അറിവില്ലായ്മ വിളമ്പാനുള്ള വേദിയല്ല ഇത് എന്ന് പറഞ്ഞു. സ്വാഭാവികമായൊരു അധ്യാപകനോട് അത്തരത്തിൽ എഴുന്നേറ്റ് ആക്രോശിക്കുന്ന കുട്ടിയോട് പുറത്തു പോകാൻ അദ്ദേഹം ആവശ്യപ്പെടും. അത് സംഭവിക്കുക തന്നെ ചെയ്തു. ആ കുട്ടിയാണ് പിന്നീട് ഭാരതത്തിന് വെളിച്ചമായ സുഭാഷ് ചന്ദ്രബോസായി മാറിയിരിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു കാര്യവും അധർമ്മമാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കുന്ന, ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നല്ല വ്യക്തിയായി മാറുവാനുള്ള ഉപാധിയാണ് ബ്രഹ്മചര്യം എന്ന കാലഘട്ടം. തനിക്ക് ആരായി മാറണം എന്ന ചോദ്യത്തിന് എനിക്കൊരു കുതിരക്കാരനായാൽ മതി എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദനെ വഴക്കു പറയാതെ, ആക്രോശിക്കാതെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി, നീ ഒരു കുതിരക്കാരനാകണം, നീ ഒരു കുതിരക്കാരൻ തന്നെയാകണം, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യാൻ മടിച്ചെന്ന അർജുനനെ യുദ്ധോത്സുകനാക്കിയ ശ്രീകൃഷ്ണനെ പോലെ ഒരു തേരാളി തന്നെയായി നീ മാറണം എന്നു പറഞ്ഞു പഠിപ്പിച്ച ദേവിയെ പോലെയുള്ള ഉദാത്തമായ മാതാപിതാക്കളെയാണ് ആർഷഭാരത സംസ്കാരം വിഭാവനം ചെയ്യുന്നത്. ബ്രഹ്മചര്യത്തിന് ശേഷം ഗൃഹസ്ഥ്യത്തിലേക്ക് കടക്കുന്നു. ഒരു നല്ല ഭാര്യയും ഭർത്താവും ഒക്കെ ആയിരുന്നു കൊണ്ട് ആർഷഭാരത സംസ്കാരത്തിന്റെ മൂല്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഗൃഹ അന്തരീക്ഷം ഉണ്ടാകണം. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് നമുക്ക് സന്ധ്യാനാമങ്ങളൊക്കെ ജപിച്ചിരുന്ന ഒരു പാരമ്പര്യം ഹിന്ദുമതത്തിനുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ സംസ്കാരമൊക്കെ പല രീതിയിൽ അധംപതിച്ചിട്ട് അത്തരത്തിലുള്ള സംസ്കാരങ്ങളൊക്കെ പഴങ്കഥകളായി മാറിയിരിക്കുന്നു. അത്തരം ആശയങ്ങളിലേക്ക് പോകാതെ ബ്രഹ്മചര്യവും ഗൃഹസ്ഥ്യവും വാനപ്രസ്ഥത്തിന് ശേഷം സന്യാസത്തിലേക്ക് കടക്കുന്നു. വാനപ്രസ്ഥം എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട്, മനസ്സുകൊണ്ട് എല്ലാ ആശയങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് ആത്യന്തികമായി ബ്രഹ്മത്തിലേക്ക് അടുക്കുന്ന കാലഘട്ടം. ഇത്തരത്തിൽ ബ്രഹ്മചര്യം, ഗൃഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം ഈ 4 ഘട്ടത്തിന് ശേഷം ബ്രഹ്മയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, ദേവയജ്ഞം ഇവ അനുഷ്ഠിക്കണം. സമയക്കുറവ് കൊണ്ട് ഞാനതൊന്ന് ചുരുക്കി പറയാം. ബ്രഹ്മയജ്ഞം എന്ന് പറയുന്നത് 4 വേദങ്ങളും 6 വേദാംഗങ്ങളെയും പഠിക്കുന്ന ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന കാലഘട്ടം. രണ്ടാമത്തേത് ഭൂതയജ്ഞം. ഭൂതയജ്ഞം എന്ന് പറയുമ്പോൾ നമ്മുടെ സഹജീവികളെ സ്നേഹിക്കാനുള്ള ഒരു പാരമ്പര്യം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ക്രിസ്തീയ സഹോദരങ്ങൾ പറയുന്നുണ്ട്, നിന്നെ പോലെ നീ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇസ്ലാമികൾ പറയുന്നുണ്ട്, നീ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നീ 10 അയൽ വീടുകളിൽ അന്വേഷിക്കണം അവർ ആഹാരം കഴിച്ചു എന്ന്. എന്താണ് ഹിന്ദു സംസ്കാരം പറഞ്ഞു വെക്കുന്നത്? വസുധൈവ കുടുംബകം. നീയും നിന്റെ അയൽക്കാരനും 2 വീട്ടിലെയോ 2 കുടുംബത്തിലെയോ അംഗങ്ങളല്ല. നീയും നിന്റെ അയൽക്കാരനും ഈ ലോകത്തിലുള്ള സകല പശുപക്ഷി മൃഗാദികളും
ഒരേ കുടുംബത്തിന് തന്നെ അംഗങ്ങളാണ് എന്ന് പറയുന്ന എല്ലാ ഭിന്നതകളെയും ഏകീകരിക്കുന്ന സംസ്കാരം. ഞാനൊരു നല്ല ഹിന്ദുവായതുകൊണ്ട് ഞാനൊരു നല്ല മുസൽമാനുമായിരിക്കും എന്ന് പറയുന്ന വിശാലമായ സംസ്കാരം. അവസാനത്തേതാണ് പിതൃയജ്ഞം. നമ്മുടെ അച്ഛനും അമ്മയും നോക്കുകയും പരിപാലിക്കുകയും ചെയ്യുകയും അവരുടെ മരണത്തിന് ശേഷം പിതൃയജ്ഞങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഘട്ടം. ഇത്തരത്തിൽ ബ്രഹ്മചര്യം, ഗൃഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസത്തിലൂടെ ബ്രഹ്മയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞത്തിലൂടെ ആത്യന്തികമായി നമ്മൾ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തും. അതായത് ഹിന്ദു സംസ്കാരം കേവലം വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ പറഞ്ഞു വെക്കാവുന്ന ഒന്നല്ല. അതൊരു സാംസ്കാരിക ജീവിത ശൈലിയാണ്. വിഭിന്നതകളെ ഏകീകരിച്ചുകൊണ്ട് ആ ആദർശത്തിന്റെ പിന്നാമ്പുറ കഥകളെ പറ്റി അറിയുന്ന ആർഷഭാരത സംസ്കാരത്തിൽ എന്നും അഭിമാനിക്കുന്ന നല്ല വ്യക്തികളായി, നല്ല ഹിന്ദുക്കളായി, നല്ല സാമൂഹിക ജീവികളായി, നല്ല ഭാരതനായി മാറുവാനുള്ള ഉപാധികളാണ് നമ്മുടെ വേദങ്ങൾ. ആ വേദങ്ങളെയും ആശയങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന നല്ല വ്യക്തികളായി മാറുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. 4 വേദങ്ങളും 6 വേദാംഗങ്ങളും 18 പുരാണങ്ങളും 2 ഇതിഹാസങ്ങളും ലോകത്തിന് നെറുകയിലെത്തിച്ച ഭാരതം, പൂജ്യത്തിന്റെ മൂല്യം നിർണയിച്ച ആര്യഭട്ടന് ജന്മം നൽകിയ ഭാരതം, അപ്പരിഷ്കൃത നാടാണ് ഭാരതം എന്ന് പറഞ്ഞു നോക്കുമ്പോൾ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്കൻ നെറ്റ് പ്രഭാഷണത്തിലൂടെ ആർഷഭാരത സംസ്കാരത്തെ ലോകത്തിന് നെറുകയിലെത്തിച്ച സ്വാമി വിവേകാനന്ദ ജന്മം നൽകിയ ഭാരതം. ഭാരതത്തിന് ആവശ്യം ഇരുമ്പ് പോലുള്ള മാംസപേശികളും ആർക്കും തടുക്കാനാകാത്ത ഇച്ഛാശക്തിയുമാണ്. ഭാരതീയരാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കൂ. ലോകത്തിന്റെ ശ്രേയസ്സാവട്ടെ നമ്മുടെ ലക്ഷ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ എളിയ ആധ്യാത്മിക പ്രഭാഷണത്തെ ഏറെ ശ്രദ്ധയോടെ വീക്ഷിച്ച ശ്രമിച്ച ഭക്തസജ്ജനങ്ങളാകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃഷ്ണന്റെയും ദേവിയുടെയും അനുഗ്രഹത്താൽ തേജോമയമായി തീർന്ന ഈ പുണ്യവേദി എനിക്കായി സമർപ്പിച്ച ഈ ക്ഷേത്രത്തിലെ ഭരണസമിതി, ഉപദേശക സമിതി അംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് യജുർവേദത്തിലെ ഒരു ശ്ലോകത്തോടു കൂടി എന്റെ ആധ്യാത്മിക പ്രഭാഷണത്തിന് ഞാനിവിടെ വിരാമമിടുകയാണ്. ഓം വാക്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിത ആവീരാവീർണ വേദസ്യമാണീസ്തം ശ്രുതം മേ വാ പ്രഹാസിം അനേനാധീരേണ അഹോരാത്രാം സന്തതാമി ഹൃദം വദക്ഷ്യാമി സത്യം വദക്ഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. എന്റെ വാക്ക് എന്റെ മനസ്സിൽ ഉറച്ചു നിൽക്കട്ടെ. എന്റെ മനസ്സ് എന്റെ വാക്കിൽ ഉറച്ചു നിൽക്കട്ടെ. സ്വയം പ്രകാശിക്കുന്ന ആത്മചൈതന്യമേ എനിക്ക് പ്രത്യക്ഷമായി ഭവിച്ചാലും ആ ബ്രഹ്മം എന്നെ രക്ഷിക്കട്ടെ. ആ ബ്രഹ്മം ആചാരം രക്ഷിക്കട്ടെ. ആ ബ്രഹ്മം ലോകത്തെ രക്ഷിക്കട്ടെ. ലോകത്തിന് മുഴുവൻ ശാന്തി ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു. നന്ദി, നമസ്കാരം.